العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ്റെ പൊരുത്തത്തിലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ മശായിഖന്മാരുടെ പൊരുത്തവും അവരുടെ നോട്ടവും അവരുടെ ഖബൂലിയത്തും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേരത്തെ വന്നിരായ അൻവരി ഉസ്താദും തൊഴിയൂർ ഉസ്താദുമൊക്കെ ഇവിടെ വിശദമായി തന്നെ പറഞ്ഞു. ഇനി അതിൻ്റെ പൂർത്തീകരണമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ ജീവിച്ച രൂപം അള്ളാഹുവിൽ നിന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതങ്ങനെ തന്നെ അംഗീകരിച്ച് പൂർണ്ണമായ മഹബ്ബത്തിലായി സ്വഹാബികൾ ജീവിക്കുന്നു. ഇതാണ് മാ അന അലൈഹി വ അസ്ഹാബി എന്ന് ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറയുന്നത് ആ പൂർണ്ണമായ മാർഗത്തിലുള്ള ജീവിതമാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മഹാനരായ ഗൗസുൽ ആലം അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു കറാമത്തുമായി ബന്ധപ്പെട്ട് ഒരു മുഖാമുഖത്തിൽ വന്ന ചോദ്യവും ആ ചോദ്യത്തിന് നൽകിയ മറുപടിയുമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുന്നികളുടെ പേരിൽ നടന്ന ഒരു മുഖാമുഖത്തിൽ ഒരു മുജാഹിദുകാരൻ വന്ന് ചോദിക്കുന്നു, പുതിയ മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന ഈ മാലയിൽ മഹാനരായ ഗൗസുൽ ആലം അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ നിന്ന് റൂഹ് തിരിച്ചു വാങ്ങി ഖാദിമ് മരിച്ചുപോയപ്പോൾ ആ റൂഹ് തിരിച്ചു വാങ്ങി ഖാദിമിന് കൊടുക്കുകയും അന്നത്തെ ആ ദിവസം ആരെല്ലാം മരിച്ചുപോയിട്ടുണ്ടോ അവരുടെ എല്ലാം റൂഹ് അന്ന് തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന സംഭവം. ഈ ചോദ്യം മുഖാമുഖത്തിൽ ചോദിക്കുന്നതും അതിന് നൽകുന്ന മറുപടിയും നമുക്ക് ആദ്യം ഒന്ന് കാണാം. എന്നിട്ട്
നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാം. ആ സംഭവം കാണുമ്പോഴാണ് എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. പല ആളുകളും സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയം ഒന്ന് നിങ്ങൾ കാണുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ മറുവശത്തിലേക്ക് വരാം. പല ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മുഹീദ്ദീൻ ഷേഖിന്റെ ഒരു മുരീദ് മരിച്ചു. മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഹീദ്ദീൻ ഷേഖ് അസ്രായിലിന്റെ അടുത്ത് പോവുകയും എന്നിട്ട് അസ്രായില് മലക്കിനോട് ചോദിക്കുകയും റൂഹ് ചോദിക്കുകയും കൊടുക്കാത്ത സമയത്ത് ഒരു സെക്കൻഡ് ഇടപെടുകയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാ ചോദിക്കാൻ പോകുന്ന സംഭവം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നമ്മൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇന്നത്തെ വിഷയം ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയാണെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ വിഷയാവതരണം മുതൽ സ്വാഗതം മുതൽ പറഞ്ഞിരുന്നു. ആ മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ള വിഷയമാണെങ്കിലേ ഇവിടെ ചോദിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഒരുപാട് കഥകളും സംഭവങ്ങളും മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പ്രചാരത്തിലുണ്ട്. അതിനെപ്പറ്റി ഇവിടെ അല്ല നമ്മുടെ ചർച്ച. മുഖാമുഖം നടത്തുന്നത് ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയെക്കുറിച്ചാണ്. അതിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ആ വരി ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി പറയാൻ എളുപ്പമാവും. വേഗം പറയണം, സമയം കഴിയരുത്. അല്ല, ഞാൻ അതിന്റെ ചോദ്യം ഇത് പറഞ്ഞാൽ എനിക്ക് ചോദ്യം അല്ലല്ല, അത് ഞാൻ നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ പറയുന്ന ആ സംഭവം ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയിലെ ഏത് വരിയാണ്? ആ വരി ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലല്ലേ ഞാൻ എന്താ പറയാൻ പോകുന്നത്. ചോദിക്കണതും ചോദിക്കാൻ പോണതും അതിന്റെ അപ്പുറമുള്ളതും എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. ആ ഏത് വരിയാണെന്ന് മാത്രം പറഞ്ഞാൽ സംഭവം പെട്ടെന്ന് തീരും. സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ല രസമായിരുന്നു സമയം ഇങ്ങനെ പറഞ്ഞു പോണത്. 11:30 മണിയായി, അതുകൊണ്ടാണ്. എന്റെ ചോദ്യം കേട്ടാലല്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ പറയണതും അതിന്റെ അപ്പുറമുള്ളതും എനിക്കറിയാം. ഒരു മിനിറ്റ് കാത്തുന്നൂടെ? അര മിനിറ്റ് വേണ്ടി കാക്കാം. ഒരു മിനിറ്റ്. അപ്പൊ അസ്രായേലിനോട് അവസാനം കൊട്ട തട്ടി അപ്പൊ റൂഹ് പോയി. അതല്ലേ ആ റൂഹ് പോയി, കൊട്ട തട്ടി റൂഹ് പോയി. ഇനി പറയും ഇത് പുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് പറയുന്ന മുഹയ്യദ്ദീൻ മാലയിലുള്ളതാണ്. ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ളതല്ല. ഞാൻ പറയട്ടെ, ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഖാളി മുഹമ്മദ് രചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുഖാമുഖത്തിൽ ഖാളി മുഹമ്മദ് രചിച്ച മുഖാമുഖത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അതിനാണ് ഞാൻ ആമുഖം പറയണത്. എന്റെ ചോദ്യം തീർന്നിട്ടില്ല. എന്ത് ചോദ്യമായാലും അതൊക്കെ അതിന്റെ പുറത്തു പോയി. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞു. കാരണം അത് ഞങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ എന്താ അതിൽ പറയാനുള്ളത്? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നല്ല ചോദ്യമാണ്. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധ്യക്ഷ പ്രസംഗത്തിൽ. മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ പലരും പലതും രചിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി സുന്നികൾ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല എന്ന് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. മുഹയ്യദ്ദീൻ ഷേഖാണ് എന്ന് കരുതിയിട്ട് ഷേഖിന്റെ പേരിൽ ആരൊക്കെയോ എഴുതിണ്ടാക്കിയത് എല്ലാം കൂടി ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യവും അല്ല. അപ്പോ ഇതിലേറ്റവും വലിയ രസകരമായ ഭാഗം സുന്നികളുടെ മൊത്തം കുത്തക ഇയാളെ കയ്യിലാണ് എന്നാണ് ആ ഭാഷ കേട്ടാത്തത്. സുന്നികൾ അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം ആമുഖമായി പറയുന്നത്, സുന്നികൾ എന്ന് പറയണമെങ്കിൽ മശായിഖന്മാരെ സ്വീകരിച്ച് അവരെ തർബിയത്തിൽ വളരണം. മശായിഖന്മാരെ നേരത്തെ തള്ളിക്കളഞ്ഞവർക്ക് സുന്നി എന്ന് പറയാൻ പോലും അവകാശമില്ല. അതുകൊണ്ട് ആ വാദം സുന്നികൾ അംഗീകരിക്കുന്നില്ല എന്നത് ആര് പറഞ്ഞാലും വലിയ അബദ്ധമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ മശായിഖന്മാരെ കറാമാത്തുകളും അവരെ ജീവിതവും അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ 100% അംഗീകരിക്കുന്നതാണത്. യാതൊരു സംശയവും ഇല്ല. അവിടെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചോദ്യകർത്താവ് പുതിയ മുഹയ്യദ്ദീൻ മാലയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ എന്ന് പറയാൻ കാരണം നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞല്ലോ, പഴയ മുഹയ്യദ്ദീൻ മാല ഉണ്ട്, ഖാളി മുഹമ്മദ് തങ്ങൾ എഴുതിയ.
അതുകൊണ്ടാണ് പിന്നീട് ഒരു മുഹിയുദ്ദീൻ മാല വന്നപ്പോൾ അതിന് പുതിയ മുഹിയുദ്ദീൻ മാല എന്ന് വന്നത്, അല്ലാതെ അതൊരു പുതിയ സംഭവമായതുകൊണ്ടല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ചോദ്യകർത്താവ് ഈ പുതിയ മുഹിയുദ്ദീൻ മാല എന്ന് ചോദിക്കുമ്പോൾ തന്നെ കയ്യിലൊരു കിതാബും കാണാം. തഫ്രീജുൽ ഖാത്തിർ എന്നാണ് അതിന്റെ പേര്. അതുമായി ബന്ധപ്പെട്ട അയാൾ പറയുന്നത് പിന്നീട് ഞാൻ കാണിക്കും. തഫ്രീജുൽ ഖാത്തിർ എന്ന ഗ്രന്ഥം അശ്ശൈഖ് മുഹമ്മദ് സ്വാദിഖുൽ ഖാദിരി ശിഹാബി തങ്ങൾ രചിച്ചതാണ്. അത് അറബിയിലേക്ക് അതിനെ മാറ്റിയത് അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജസാഇരി അൽ ഖാദിരി എന്ന് പറയുന്ന വലിയ മഹാനാണ്. ഈ തഫ്രീജുൽ ഖാത്തിർ എന്ന കിതാബിൽ നിന്നാണ് പുതിയ മുഹിയുദ്ദീൻ മാലയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത്. പുതിയ മുഹിയുദ്ദീൻ മാലയിൽ എങ്ങനെയാണ് ആ സംഭവം ഉദ്ധരിച്ചതെന്നൊക്കെ അൻവരി ഉസ്താദ് പാടിക്കൊണ്ട് തന്നെ ഇവിടെ സ്ഥിരീകരിക്കുകയുണ്ടായി. ഞാൻ ഇനി ആ തഫ്രീജുൽ ഖാത്തിറിൽ നിന്ന് ആ സംഭവം ഒന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രാമാണിക വശങ്ങളിലേക്ക് പോകാം. തഫ്രീജുൽ ഖാത്തിറിൽ ആ സംഭവം പറയുന്നു. മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീറുൽ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ് ഈ സംഭവം പറയുന്നത്. ഇതിന്റെ റാവി ആരാണ്? അഹ്മദുൽ കബീറുൽ ദിഫാഇ റളിയല്ലാഹു അൻഹു ആണ്. എന്താ സംഭവം കേട്ടോളൂ. തുഫിയ അഹദു ഖുദ്ദാമിൽ ഗൗസിൽ അഅ്ലം വജാഅത്ത് സൗജത്തുഹു ഇലൽ ഗൗസ്. ഇതിന്റെ അറബിയാണ് ഞാൻ വായിക്കുന്നത്. നേരത്തെ മലയാളം അൻവരി ഉസ്താദ് ബൈത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമീങ്ങളിൽ ഒരാൾ മൗത്തായി. വജാഅത്ത് സൗജത്തുഹു ഇലൽ ഗൗസ്. അപ്പോൾ ആ ഖാദിമിന്റെ ഭാര്യ ആരുടെ സമീപത്തേക്ക് വന്നു? മഹാനരായ ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സമീപത്തേക്ക് വന്നു. ഫതലറഅത് വൽതജഅത് ഇലൈഹി. വളരെ താഴ്മയോടെ ശൈഖ് അവറുകളോട് സങ്കടം പറഞ്ഞു. അവരോട് തൻ്റെ ഒരു വലിയ സങ്കടം ബോധിപ്പിക്കുകയാണ്. വത്വലബത് ഹയാത്ത സൗജിഹ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഖാദിമാണല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഈ ഭർത്താവിൻ്റെ റൂഹൊന്ന് അദ്ദേഹത്തിന് തന്നെ നൽകി ജീവിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഫതവജ്ജഹൽ ഗൗസ് ഇലൽ മുറാഖബ. ഉടനെ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മുറാഖബയിലേക്ക് നീങ്ങി. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നേരെ അല്ലാഹുവിനോട് തന്നെ സംസാരിക്കാനും എന്താണത് എന്ന് അന്വേഷിക്കാനും കഴിവുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു. മുറാഖബ എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളുടെ പ്രത്യേകമായ അവസ്ഥയാണ്. അങ്ങനെ അതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് കണ്ടെത്തി. ഫറആ ഫി ആലമിൽ ബാത്തിൻ അന്ന മലക്കൽ മൗത്ത് അലൈഹിസ്സലാം യസ്അദു ഇലസ് സമാഇ വമഉൽ അർവാഹുൽ മഖ്ബൂലത്തു ഫീ ദാലിക്കൽ യൗം. അങ്ങനെ നോക്കുമ്പോൾ മഹാനരായ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം ആ ഖാദിമിന്റെ റൂഹടക്കം അന്ന് പിടിച്ച ആളുകളുടെ അർവാഹ് ആത്മാവുകളുമായി ആകാശലോകത്തേക്ക് കയറുന്നുണ്ട്. ഉടനെ ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു മലക്കിനോട് പറഞ്ഞു, യാ മലക്കൽ മൗത്ത് ഖിഫ്. മലക്കുൽ മൗത്തെ നിൽക്കൂ അവിടെ. വഅഅ്തിനി റൂഹ ഖാദിമി ഫുലാൻ. എന്റെ ഇന്നാലിന്ന ആളുടെ എന്റെ ഖാദിമിന്റെ റൂഹ് എനിക്ക് തിരിച്ചു തരണം. വസമ്മാഹു ബിസ്മിഹി. പേരും പറഞ്ഞു കൊടുത്തു, ഇന്ന ആളുടെ റൂഹ് തിരിച്ചു തരണം. മലക്കുൽ മൗത്ത് ആണെങ്കിലോ മൂപ്പർക്ക് അല്ലാഹ് നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്തതാണ്. ഫഖാല മലക്കുൽ മൗത്ത് ഇന്നി അഖ്ബിദുൽ അർവാഹ ബി അംരി റബ്ബി. ഞാനിത് പിടിച്ചത് റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമുണ്ട് എന്ന അർത്ഥത്തിൽ ആരും പറഞ്ഞു? മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമും പറയുന്നു. ഗൗസുൽ ആലം ചോദ്യം ആവർത്തിച്ചു. അവസാനം എന്തുണ്ടായി? മഹാനരായ ഗൗസുൽ ആലം ഈ അസ്രായിൽ അലൈഹിസ്സലാമിനേക്കാൾ അധികാരവും അവകാശവും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇവിടെ അസ്രായിലിന് ചില പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
അസ്രായീൽ അലൈഹിസ്സലാം ആ റൂഹുമായി പോകുന്ന അവസ്ഥയിൽ മഹാനവറുകൾ ഇടപെടുന്നു. അങ്ങനെ അന്ന് അസ്രായീൽ അലൈഹിസ്സലാം പിടിച്ച റൂഹുകൾ മുഴുവനും മഹാനരായ ഗൗസുൽ ആദം ഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ മൂലം ആരുടെ ശരീരത്തിൽ നിന്നാണോ അത് പിടിച്ചത് അവരിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഒരു റൂഹായിരുന്നു കൊടുക്കാൻ പറഞ്ഞത്. കൊടുക്കാത്തത് കൊണ്ട് അന്ന് പിടിച്ച റൂഹുകളൊക്കെയും ഗൗസുൽ ആദം ഷേഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹുവിന് തിരിച്ചു വാങ്ങി. ഇത് ശിക്ഷയാണ്. അങ്ങനെ ഫനാജ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം റബ്ബഹു, പിന്നെ റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബ് അൻത അഅലമു ബിമാ ജറാ ബൈനി വ ബൈന മഹ്ബൂബിക വ വലിയിക അബ്ദുൽ ഖാദിർ. എന്റെയും അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ ഇടയ്ക്ക് നടന്ന സംഭവം റബ്ബേ എനിക്കറിയാലോ, ഈ പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത്. അപ്പൊ അള്ളാന്റെ മറുപടി, യാ മലക്കൽ മൗത്ത് ഇന്നൽ ഗൗസൽ അഅ്ലമ മഹ്ബൂബി വ മത്ലൂബി. ഗൗസുൽ ആദം എന്ന് പറഞ്ഞാൽ അത് എന്റെ മത്ലൂബാണ്, എന്റെ മെഹബൂബാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാൻ പോലും തേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ലിമല അഴ്തൊയ്തഹു റൂഹ ഖാദിമിഹി. ചോദിച്ചപ്പോ തന്നെ ആ ഖാദിമിന്റെ റൂഹാണ് കൊടുത്തുകൂടായിരുന്നോ? അത് കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഫതനദ്ദമ ഹാദൽ വഖ്ത്. ആ സമയത്ത് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം ഖേദിച്ചു എന്നതാണ് ഈ സംഭവത്തിന്റെ ആകത്തുക. വിശാലമാണ്, എല്ലാം കൂടി വായിക്കാൻ സമയമല്ല. അതിന്റെ ആകെ ചുരുക്കം അതാണ്. ഇത് വഹാബികൾക്ക് പിടിക്കൂല എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല, അത് പുതിയ സംഭവവും അല്ല. അതേ സമയത്ത് ഈ ചോദ്യം അലവി സഖാഫിയുടെ മുമ്പിലെത്തിയപ്പോൾ അയാൾക്ക് അതിനെങ്ങനെ മറുപടി പറയണം എന്ന് അറിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഇത് അനുഭവിച്ചും പഠിച്ചൊന്നും ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം പറഞ്ഞതിന്റെ പേരിൽ പുതിയ മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന പൊന്നാനിയിലെ വിഖ്യാത പണ്ഡിതനായ നാലകത്ത് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ രചിച്ച മാലയെ തന്നെ തള്ളിക്കളഞ്ഞു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇതാണ് ഇവിടെ നടന്ന സംഭവം. ഇനി ഞാൻ അതിൻ്റെ ചില പ്രാമാണിക വശങ്ങൾ പറയാം. ഇത് പറയുമ്പോൾ പലരും ചോദിക്കും, അതൊക്കെ സംഭവിക്കോ? എന്തൊക്കെയാ സംഭവിച്ചത് നിങ്ങളൊന്ന് നോക്ക്. സംഭവിച്ചത് എന്തൊക്കെ? അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്നു, പിന്നെ അത് തിരിച്ച് വാങ്ങി ഖാദിമിൽ ഏൽപ്പിക്കുന്നു. ഇത് നടക്കുന്ന കാര്യമാണോ? റൂഹ് പിടിച്ചാ പിന്നെ തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഒന്ന്. ഇനി തിരിച്ചു വാങ്ങുകയാണെങ്കിൽ തന്നെ മലക്കിനേക്കാൾ അധികാരമാണോ ഗൗസുൽ ആദം ഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരോടും പറയണം, ഇത് ശ്രദ്ധിക്കുന്ന പെട്ടുപോയ മുജാഹിദുകൾ ഉണ്ടാവും. ഇതൊക്കെ വലിയ സംഭവമായിട്ട് ഇതൊക്കെയാണോ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓരോന്നും എല്ലാം പറഞ്ഞ് ഇതിന്റെ ബാക്കിയുടെ ചില ഭാഗങ്ങൾ അലവി സഖാഫി തന്നെ പറയുന്നത് കേൾപ്പിച്ച് അതും കൂടി വിശദീകരിച്ച് നമുക്ക് നിർത്താം. ഇവിടെ ഏറ്റവും വലിയ കാര്യം ഇപ്പം എന്താണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത വല്ല വസ്തു ഉണ്ടോ? അതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം. അള്ളാന്റെ കുദറത്തിന് വല്ല പരിധിയുണ്ടോ? അള്ളാഹുവിന്റെ കുദറത്തിനെ സംബന്ധിച്ച് ആദ്യം പഠിക്കണം. അള്ളാന്റെ കുദറത്തിൽ സംശയമുള്ള ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ, മക്ക മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് അള്ളാഹ് തന്നെ ജീവിപ്പിക്കുമോ എന്നുള്ള സംശയത്തിലായിരുന്നു. സൂറത്ത് യാസീൻ നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്താണ്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. അള്ളാഹ് പറയാ, മനുഷ്യൻ നോക്കുന്നില്ലേ അവനെ എന്തിൽ നിന്നാണ് നമ്മൾ പടച്ചത്? ജീവില്ലാത്ത ബീജത്തുള്ളിയിൽ നിന്നല്ലേ മനുഷ്യനെ പടച്ചത്? ജീവില്ലാത്ത ആ വസ്തുവിൽ നിന്ന് പടച്ച റബ്ബ്, ആ റബ്ബിന് ജീവൻ തന്നതിന് ശേഷം പിന്നെ ആ ജീവ് അതിൽ നിന്ന് എടുത്താൽ പിന്നീട് ആ റൂഹ് തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹ് ചോദിക്കുകയാണ്.
എന്താണ് ആ ആയത്തിറങ്ങാനുള്ള ഒരു കാരണം എന്താ അറിയോ? കേട്ടോളൂ. ഇന്നൽ മുറാദബൽ ഇൻസാൻ റാസി, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഓരോ അവസരം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുക. കേരളത്തിൽ ഈ സംഭവം പഠിക്കാനുള്ള അവസരമായിരിക്കാം അത്. ഒരു കാര്യം തീർത്തു പറയുന്നു, നമ്മുടെ പോസ്റ്റർ വന്നപ്പോൾ വഹാബികളടക്കം പലരും വിളിച്ചു, ഈ വിഷയത്തിൽ നേരിട്ടിരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു പലരും. വലിയ സന്തോഷത്തിൽ നമ്മൾ ഇപ്പോഴും പരസ്യമായി അറിയിക്കുന്നു, കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ ഏതു ഭാഗത്ത് വെച്ചും ഈ വിഷയം മാത്രമല്ല, പുതിയ മുഹിയുദ്ദീൻ മാലയിലെയും പഴയ മുഹിയുദ്ദീൻ മാലയിലെയും സുന്നികൾ അംഗീകരിക്കുന്ന എല്ലാ മാലകളിലെയും വിഷയങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവലം യറൽ ഇൻസാൻ, ഇൻസാൻ കാണുന്നില്ലേ? ആരായി ഇൻസാൻ? അൽ മുറാദു ബിൽ ഇൻസാൻ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ്, അയാളാണ് ആ ഇൻസാൻ എന്ന് പറഞ്ഞാൽ. ആ കാരണം അതാണ്. എല്ലാവരും അവിടെ ഉദ്ദേശം തന്നെയാണ്, ആയത്തിന്റെ അവതരണ പശ്ചാത്തലമാണ് പറയുന്നത്. ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്ക് അഖദ അളുമൻ ബാലിയ, നുരുമ്പിപ്പോയ ഒരു എല്ലിൻ കഷ്ണമായി ആരുടെ സമീപത്ത് വന്നു? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നുരുമ്പിപ്പോയ ഒരു എല്ല്, ആ എല്ലിന്റെ പല ഭാഗവും നുരുമ്പിപ്പോയിട്ടുണ്ട്. അതുമായി വന്നിട്ട് ചോദിക്കാണ്, ഇന്ന ഇലാഹക യുഹീ ഹാദിഹിൽ ഇളാം, നിന്റെ ഇലാഹായി നീ പറയുന്ന അല്ലാഹ് ഈ നുരുമ്പിപ്പോയ എല്ലിനെ ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്? മക്കയിലെ മുശ്രിക്കിന്റെ ചോദ്യം. ഫഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, ജീവിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വയുദ്ഖിലുക ജഹന്നം, ജീവിപ്പിക്കുന്നു മാത്രമല്ല നിന്നെ അല്ലാഹ് നരകത്തിൽ കടത്തുകയും ചെയ്യും. ഹബീബായ റസൂലുള്ളാഹി. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, മറുപടി അടക്കം കിട്ടിപ്പോവും. ഇവിടെ മുശ്രിക്കുകൾ ചോദിച്ചെന്താ? നുരുമ്പിപ്പോയ എല്ലുകൾ എങ്ങനെ ജീവിപ്പിക്കുന്നതാണ്. അതിന് അല്ലാഹ് മറുപടി പറയും, നോക്ക്, നുരുമ്പിപ്പോയ എല്ലാം ഇവിടെ നിൽക്കട്ടെ, ഈ എവിടുന്ന ഉണ്ടായത്? ബീജത്തുള്ളിയിൽ നിന്നല്ലേ? അതിന് ജീവുണ്ടായിരുന്നോ? അതിൽ നിന്ന് പടച്ച നീ ഇപ്പൊ ഫൈദാഹുവ ഹസീമും മുബീൻ, നീ വന്ന് തർക്കിക്കുകയാണോ റബ്ബിനോട്? വളറബലനാ മസലൻ, എന്നിട്ട് നീ എന്താ ആക്കുന്നത്? നിന്നെ പോലെ റബ്ബിനെയും കാണുകയാണോ? റബ്ബു ഈ ഒരുപോലെയാന്നാ വിചാരിക്കണേ. ഏതുപോലെ? വഹാബി ഇപ്പൊ ഞമ്മക്ക് ജീവിപ്പിക്കാൻ കഴിയില്ലല്ലോ, ഇതേപോലെ തന്നെയാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന് മനസ്സിലാക്കി. രണ്ടും ഒരേ ഗണത്തിലാ കണ്ട്. ഇതാണ് വളറബലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. എന്നിട്ട് അവൻ ചോദിക്കുന്നു, ഈ നുരുമ്പിപ്പോയ എല്ലുകൾ അതെങ്ങനെ പിന്നെ ജീവിപ്പിക്കും? ആരാണ് ജീവിപ്പിക്കുക എന്ന് അവർ ചോദിക്കുന്നു. കുൽ, നബിയെ തങ്ങൾ അവരോട് പറയണം, യുഹീഹാ, ആ എല്ലുകളെ, നുരുമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കും. അല്ലദീ അൻശഅഹാ അവ്വല മർറ, അതിനെ ആദ്യം പടച്ചവൻ ആരാണോ അവൻ തന്നെയാണ് അതിനെ ജീവിപ്പിക്കുന്നത്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ അറിയാം എല്ലാ സൃഷ്ടിപ്പിനെ കുറിച്ചും. വഹാബിന്റെ ചോദ്യം മുശ്രിക്കിന്റെ ചോദ്യം കൂടി വെച്ചാല് കുറച്ചും കൂടി ഉഷാർ മുശ്രിക്കായിരിക്കും. കാരണം വഹാബി ഇപ്പൊ ഓസുല്ലാദമിന്റെ ചരിത്രത്തില് ഓസുല്ലാദം ഞങ്ങൾ ജീവിപ്പിച്ചത് നുരുമ്പിപ്പോയ മയ്യത്തിനൊന്നുമല്ല, മരിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വന്ന് പറഞ്ഞത്, ആ ബോഡി, ആ ജനാസയുടെ മുന്നിലുണ്ട്. അപ്പൊ നേർക്ക് നേര് ഉള്ള ആ ജനാസയിൽ റൂഹിടാൻ പറ്റുമോ എന്നാണ് വഹാബിന്റെ ചോദ്യം. മുശ്രിക്ക് ചോദിച്ചത് നുരുമ്പിപ്പോയ എല്ല് കൊണ്ട് ദിനാരാ ജീവിപ്പിക്കുക എന്നാണ്. അത് നുരുമ്പിപ്പോയത് കൊണ്ട് ഇനി ആകാൻ പ്രയാസാണ് മുശ്രിക്ക് മനസ്സിലാക്കിയത്. മുശ്രിക്ക് കുറച്ചും കൂടി ഉഷാറാ. ഇവരങ്ങനല്ല, ഇവർക്ക് ഇവിടെ തന്നെ സംശയമാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. അപ്പൊ നിങ്ങൾ നോക്ക്, അള്ളാന്റെ ഖുദ്റത്തിനെ ചോദ്യം ചെയ്യുക എന്നത് നേരത്തെ നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഈ മക്കയിലെ മുശ്രിക്കുകളെ വാക്കിങ്ങനെ ഉദ്ധരിക്കുന്നതാണ് ഇടക്കിടക്ക്. വഖാലു അഇദാ ളലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഭൂമിയിൽ ഞങ്ങളൊക്കെ മണ്ണായി പോയാൽ പിന്നെയും ഞങ്ങളെ ജീവിപ്പിക്കുമെന്നാണോ ഈ പറയുന്നത്? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമാ
അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങളൊക്കെയും മണ്ണായി പോയി എല്ലുകളായി പോയാൽ പുനർജീവിപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുത്തു, അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ, ആകാശഭൂമികളെയും മറ്റ് നിങ്ങൾ കാണുന്ന സർവചരാചരങ്ങളെയും പടച്ച തമ്പുരാൻ ആ അല്ലാഹു തആലാക്ക് നേരത്തെ ജീവ് കൊടുത്ത ഒരു വസ്തുവിൽ രണ്ടാമതും ജീവ് കൊടുക്കുക എന്നത് ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം അത് ഭൂമിയിൽ അല്ലാഹു ഓരോ സമയത്തും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ചോദിച്ചത്, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാ കൈഫ തുഹീൽ അർദ ബഅദ മൗതിഹാ ഇന്ന ദാലിക ലമുഹീൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുർ റൂം. ഇന്ന് മുഴുവൻ ഖുർആൻ കൊണ്ടാണ് നമുക്ക് സ്ഥിരപ്പെടുത്താനുള്ളത്. മുഹയ്യദ്ദീൻ മാല സ്ഥിരപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ തന്നെ ധാരാളമാണ്. എന്താ പറഞ്ഞേ? നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? നല്ല വേനൽക്കാലമായി എല്ലാ പുൽപുഷ്പങ്ങളും ഉണങ്ങി അതൊക്കെയും മയ്യത്തായ അവസ്ഥയിലായി, ഒന്നുമില്ല, ഉണങ്ങിയ ഭൂമി. ആ ഭൂമിയിലേക്ക് നല്ല ഒരു മഴ വർഷിച്ചാൽ നോക്കൂ നിങ്ങൾ, ആ പുല്ലുകളൊക്കെയും മുളച്ചു പൊങ്ങുകയല്ലേ? ഒരൊറ്റ മഴ കൊണ്ട് എത്ര വസ്തുക്കളാ ഹയാത്താകുന്നത്? ഇന്നദാലിക ലമുഹീൽ മൗതാ, അത്രേ പണിയുള്ളൂ മരിച്ചോലെ ജീവിപ്പിക്കാനും. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒറ്റ ഊത്താണ് ഊതിയാല് ലോകത്തുള്ള എല്ലാരും കൂടിയല്ലേ ജീവ് വരുന്നത്. എന്തായിരിക്കും ആ ഊത്തിന്റെ പവർ? ഇത് ഒരു ദിവസം മരിച്ചോലെ കഥ. ഇത് ആദ്യകാലം മുതൽക്ക് മരിച്ച എല്ലാരും വരല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഖുദ്റത്തുല്ലാഹി തആല ആണ്. അല്ലാഹുവിന്റെ ഖുദ്റത്താണ് മരിച്ച വസ്തുക്കൾക്ക് ജീവിട്ട് രണ്ടാമത് ഹയാത്താക്കുക എന്നത്. അതവൻ ഇവിടെ തെളിയിച്ചതാണ്. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ റൂഹ് കൊടുത്തത് അവനാണ്. അവന് രണ്ടാമത് കൊടുക്കുക എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. ഇത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒന്ന്, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഈ പ്രത്യേകമായ ഖുദ്റത്ത് അല്ലാഹ് ഭൂമിയിൽ പലപ്പോഴും നടപ്പാക്കുന്നത് ആരിലൂടെയാണ്? അടുത്ത പോയിന്റാണ് ഞാൻ പറയുന്നത്. ഓരോ വിഷയങ്ങൾ വളരെ കൃത്യമാണ്. ഗണ്ണിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പ്രാമാണികമായി ഗണ്ണിക്കാം. ഉടനെ അടുത്ത നമ്മുടെ വിശദീകരണം ഉടനെ വരും. ഇതൊന്നും അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നതല്ല. ഒന്ന്, അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ ആർക്കും സംശയമില്ല, അല്ലാഹു തആല ഏറ്റവും വലിയ കഴിവുള്ളവനാണ്. രണ്ട്, അള്ളാഹുവിന്റെ കഴിവുകൾ അല്ലാഹ് ലോകത്ത് പ്രകടിപ്പിക്കുന്നത്, പ്രത്യേകമായ ഖുദ്റത്തുകൾ കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ ഖലീഫമാരായ അമ്പിയാക്കളിലൂടെയാണ്, അവരുടെ ഖലീഫമാരായ ഔലിയാക്കളിലൂടെയാണ്. കാരണം എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ സംഭവം തന്നെ എങ്ങനെയാണ്? അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് ആരെയാണ്? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലാകുന്ന അൽ ഖലീഫത്തുൽ അക്ബർ, അല്ലാഹുവിന്റെ ഖലീഫമാരിൽ ഏറ്റവും വലിയ ഹബീബായ തങ്ങളെ, അവിടുത്തെ നൂറിനെ സൃഷ്ടിച്ചുകൊണ്ടാണല്ലോ ലോകം തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങനെ നോക്കൂ, മനുഷ്യ കുലത്തിൽ ആദ്യം വന്ന ആളാരാ? മഹാനരായ നബിയുല്ലാഹി അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം നബിയെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? സൂറത്തുൽ ബഖറ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് പറഞ്ഞു, ഇതാ ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ ആക്കാൻ പോവുകയാണ്, ഒരു ഖലീഫയെ പടക്കാൻ പോവുകയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ? ഖലീഫ എന്ന് പറഞ്ഞാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതി, എല്ലാവരും എഴുതി, ഞാനത് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്, പരിശോധിക്കണം. ഖലീഫ എന്ന് പറഞ്ഞാൽ മൻ യഖ്ലുഫു ഗൈറഹു വയഖൂമു മഖാമഹു,
മറ്റൊരാളെ സ്ഥാനത്ത് നിൽക്കുകയും പകരം വരികയും ചെയ്യുന്ന ആളാണ് ഖലീഫ. അപ്പൊ അള്ളാന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ ആരായി? അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിൽക്കുകയും അള്ളാഹുവിന് പകരം ഭൂമിയിലേക്ക് വരികയും ചെയ്ത ആൾ, അതാണ് ഖലീഫയായി വന്ന ആദം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഖുദ്റത്ത് മറക്കരുത്, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ. രണ്ടാമത് ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും എന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. ആർക്കും അതിൽ തർക്കമില്ല. അള്ളാഹു ആണെങ്കിലോ ഭൂമിയിലേക്ക് അവന്റെ പ്രതിനിധിയായി പകരക്കാരനായി പറഞ്ഞയക്കുന്നത് അവന്റെ ഖലീഫയാണ്. ആ ഖലീഫയായി വന്ന ആളാണ് ആദം നബി അലൈഹിസ്സലാം. മറ്റുള്ള അമ്പിയാക്കളൊക്കെയും അള്ളാഹുവിന്റെ ഖലീഫമാരാണ്. അതുകൊണ്ടാണ് യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനന്നാസ്, സൂറത്ത് സ്വാദ് 26-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു മഹാനരായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, തീർച്ചയായും നിങ്ങളെ നമ്മൾ ഭൂമിയിൽ ഖലീഫയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഹ്കും ബൈനന്നാസ് ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഹക്ക് കൊണ്ട് വിധിക്കണം. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാം ഖലീഫത്തുള്ളയാണ്. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീഫയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീഫയാണ്. ഇങ്ങനെ നമ്മളങ്ങ് നോക്കിയാൽ എല്ലാ അംബിയാ മുർസലീങ്ങളും ആരുടെ ഖലീഫയാണ്? അള്ളാഹുവിന്റെ ഖലീഫയാണ്. അള്ളാഹിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ യഖൂമു മഖാമഹു, അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിന്ന് അള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് ആര്? ഖലീഫ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ ഭൂമി ലോകത്ത് പ്രകടിപ്പിക്കൽ ആരിലൂടെയാണ്? അള്ളാഹുവിന്റെ ഖലീഫമാരിലൂടെയാണ്. ആ പരമ്പരയിൽ ഏറ്റവും അവസാനം വന്ന ആളാണ് ഖത്മുൻ നുബുവ സംഭവിച്ചു, നുബുവത്തിന് ഖത്മു ചെയ്തു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ബുഖാരിയിലെ ഹദീസ്, കാനത്ത് ബനു ഇസ്രായീൽ തസൂസുഹുമുൽ അംബിയാ, ബനു ഇസ്രായേലിന് നേരത്തെ നേതൃത്വം നൽകിയിരുന്നത് അമ്പിയാക്കളായിരുന്നു. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ, ഏത് നബി വഫാത്തായാലും വേറെ ഒരു നബി പകരം വരും, അങ്ങനെയായിരുന്നു അവസ്ഥ. വഇന്നഹു ലാ നബിയ ബഅദി, എന്നാൽ എന്റെ ശേഷം ആരില്ല? നബിമാരില്ല. പിന്നെ ആരുണ്ടാകും? വസയകൂനു ഖുലഫാ ഫയക്സുറൂൻ സദഖ റസൂലുള്ളാഹി, എന്റെ ശേഷം എന്റെ ഖലീഫമാര് വരും, ഒന്നല്ല രണ്ടല്ല, യക്സുറൂൻ, അധികമായി ഉണ്ടാകും. ഫത്ഹുർ റബ്ബാനി നിങ്ങൾ നോക്കൂ. ആ ഖലീഫമാരാണ് മശായിഖന്മാർ. മഹാനരായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി. ഇതിൽ കാണാ, ഇതിന്റെ തുടക്കത്തിൽ 53-ാമത്തെ പേജിൽ തന്നെ മഹാനരായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അംബിയാ യുറബ്ബീഹുമുൽ ഹഖ് അസ്സ വജല്ല ബികലാമിഹി, അല്ലാഹു തആല അമ്പിയാക്കളെ തർബിയത്ത് ചെയ്യുന്നു, വളർത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാന്റെ കലാമ് കൊണ്ട്. അല്ല പറയുന്നതിനനുസരിച്ചാണ് അമ്പിയാക്കൾ പ്രവർത്തിക്കുന്നത്. വല്ലൗലിയാഉ, ഔലിയാക്കളെയും അള്ളയാണ് തർബിയത്ത് ചെയ്യുന്നത്. യുറബ്ബീഹിം ബിഹദീസിഹി, അവരെ അള്ളാന്റെ ഹദീസ് കൊണ്ട് തർബിയത്ത് ചെയ്യുന്നു. വൽ ഹദീസു ഹുവ ഇൽഹാം ഫീ ഖുലൂബിഹിം, ഹുവൽ ഇൽഹാമു ഫീ ഖുലൂബിഹിം. എന്താണ് ഇൽഹാം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അള്ളാഹ് ഔലിയാക്കളെ ഹദീസ് കൊണ്ട് വളർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽഹാമാണ്. അള്ളാഹു അവരെ മനസ്സിലേക്ക് അവരോടുള്ള നിർദ്ദേശങ്ങൾ ഇട്ടുകൊടുക്കുന്നു. എന്തുകൊണ്ട് കേട്ടോളൂ, അത് പറയാനാണ് ഞാനത് വായിച്ചത്. ലിഅന്നഹും, കാരണം ഔലിയാക്കൾ ഔസിയാഉൽ അംബിയാഇ വ ഖുലഫാഉഹും വ ഉൽമാനുഹും, അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ഖലീഫമാരാണ്. ആര്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ അള്ളാഹു അവന്റെ ഖലീഫയായി വരുന്ന അമ്പിയാക്കളിലൂടെയാണ് പ്രകടമാക്കുക. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്നത് ആരിലൂടെ ഖത്മു ചെയ്തു? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് വരെ
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സ്വന്തം എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം അത് പറയൂല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ ഈസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ ഇബ്രാഹീം റസൂലുള്ളാഹ്. ഇത് പറയാതെ ലാ ഇലാഹ ഇല്ലല്ലാ മാത്രം ഇവിടെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാവില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ വേണം. ആ ആളാണ് ഖലീഫത്തുല്ലാഹ്. ആ ആളുടെ ജോലി പള്ളവേദന മാറ്റലും രോഗം മാറ്റലും മാത്രമല്ല, അല്ലാഹ് ഈ ഭൂമിയിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെയും അള്ളാഹുവിന്റെ ഖലീഫയായി നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആളുകളായ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും. ഇനി നിങ്ങൾ നോക്കൂ, ആ അടിമയെക്കുറിച്ച് ബുഖാരിയിൽ പറയാണ്. നേരത്തെ ആ ഹദീസ് ഇവിടെ ഓതി. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നേരിട്ടറിയിച്ച ഹദീസ്, ഖുദ്സിയായ ഹദീസ്. അതിൽ അല്ലാഹ് പറയുന്നു, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. എന്ന് പറഞ്ഞാൽ എന്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ അവന്റെ കാതിലൂടെ പ്രകടമാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, അവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലും ഞാനാകും. സഹീഹുൽ ബുഖാരിയാണ്. ഇനി ഇതേ ഹദീസ് ഇമാം തുബ്രാനി ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞു, വലിസാനഹു അല്ലദീ യൻതിഖു ബിഹി, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാവും ഞാനാകും. വഖൽബഹു അല്ലദീ യഖ്ലു ബിഹി, അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഖൽബും ഞാനാകും. അല്ലാഹു പറഞ്ഞതാണ്. ഇനി എന്താ പാകാൻ ബാക്കി? അപ്പൊ അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ അവരെ നാവിലൂടെ വരും. അവരത് പറഞ്ഞാൽ അത് സംഭവിക്കും. കാതിലൂടെ ദൂരെയുള്ളതും അടുത്തുള്ളതും എന്നുള്ള വ്യത്യാസമില്ലാതെ കേൾക്കാനും കാണാനും ഇടപെടാനും അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഫൈദാ സ്വാറ നൂറു ജലാലില്ലാഹി സംഅൻ ലഹു, അല്ലാഹു അവന്റെ കാഴ്ചയായി കഴിഞ്ഞാൽ, അല്ലാഹു അവന്റെ കേൾവിയായി കഴിഞ്ഞാൽ, സമിഅൽ ഖരീബ വൽ ബഈദ്, ദൂരം പരിധി വ്യത്യാസമില്ലാതെ കേൾക്കാൻ കഴിയും. ഇപ്പൊ ബഗ്ദാദിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ സാധാരണക്കാരായ നമുക്കത് കേൾക്കാൻ കഴിയില്ല. പക്ഷെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുക എന്ന അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരിലൂടെ പ്രകടമാകും. അള്ളാഹു അവരെ കാഴ്ചയായി കഴിഞ്ഞാൽ എവിടെയുള്ള സാധനവും എപ്പോഴും കാണാൻ അവർക്ക് കഴിയും. പോരാ, എത്ര മനോഹരമാണ് ആ വിശദീകരണങ്ങളൊക്കെ. പ്രയാസത്തിലും അതുപോലെ സന്തോഷത്തിലും ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അവിടെയെല്ലാം അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പൊ അള്ളാന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ അവരിലൂടെ പ്രകടമാകുന്ന സ്ഥലങ്ങളാണ്. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഓരോ അമ്പിയാക്കളും. അതുകൊണ്ട് അവർ സംസാരിക്കുന്ന ഭാഷ വരെ നോക്കൂ നിങ്ങൾ. മഹാനരായ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം, ഖിദ്ർ നബിയും മൂസാ നബിയും തമ്മിലുള്ള സംഭാഷണം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കുട്ടിയെ കൊന്ന സംഭവം ഉണ്ടായല്ലോ. മൂസാ നബി അലൈഹിസ്സലാം നോക്കി നിൽക്കെ ഖിദ്ർ നബി അലൈഹിസ്സലാം ഒരു കുട്ടിയെ കൊല്ലുന്നു. എന്തിനു കൊന്നു എന്നതിന്റെ ചോദ്യത്തിൽ ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി എന്താ? വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹികഹുമാ തുഗ്യാനം വകുഫറാ. ആ കുട്ടി വലുതായി വന്നാൽ കുട്ടിയുടെ മാതാപിതാക്കളെ അടക്കം നശിപ്പിക്കുന്ന കുഫരിയത്തിലെത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞേട്ടോ. ഫഅറദിന, ആരാ പറഞ്ഞ്? ഖിദ്ർ നബി അലൈഹിസ്സലാം. ഫഅറദിന, നമ്മൾ ഉദ്ദേശിച്ചു, അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറാ, നമ്മളാണ് ഉദ്ദേശിച്ചാൽ മതി അത് നടക്കും. ഖിദ്ർ നബി പറയുന്ന അങ്ങനെ, നമ്മൾ ഉദ്ദേശിച്ചു ആ രണ്ട് ഉമ്മക്കും ഉപ്പക്കും
ഈ കുട്ടിയേക്കാൾ പകരമായി ഖൈറായ ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. റബ്ബ് കൊടുക്കും, നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. കാരണം എന്താ? അല്ലാഹ് ആയി കഴിഞ്ഞതാണ്. മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അള്ളാന്റെ ഖലീഫയായി ഭൂമിയിൽ വരുന്ന ആരോടാ അല്ലാഹ് പറഞ്ഞ്? ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹു പറയുന്നത് മലക്കുകളോടാണ്. മലക്കുകൾ ഉണ്ടല്ലോ ഇവിടെ. അന്ന് ഈ മലക്കുകളോട് അല്ലാഹ് പറയാണെന്ത്? എന്റെ ഖലീഫയായി ഞാൻ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം മലക്കുകളോട് വരെ പറയുന്നത് എനിക്ക് പകരമുള്ള ആൾ ആരാണ്? അത് മനുഷ്യനിൽ ഞാൻ പ്രത്യേകമായി അയക്കുന്ന എന്റെ ഖലീഫമാരാണ്. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞ കാര്യമാണ് ഭൂമിയിൽ നടക്കുക. അത് അല്ലാഹ് എങ്ങ് നടപ്പിലാക്കി കൊടുക്കും. ചിലപ്പോ ചില ആളുകളെ ശിക്ഷിക്കേണ്ടി വരും, ചില ആളുകൾക്ക് ഗുണം ചെയ്യേണ്ടി വരും. അങ്ങനെ പല ഘട്ടങ്ങളുണ്ടാവും. ഒക്കെ ഓല ചെയ്യല്. നമ്മൾ കരുതും ചിലതൊക്കെ ദോഷാണ്, പക്ഷെ അവരത് ഖൈറായി ചെയ്യുന്നുണ്ടാവും. എന്തിനും അധികാരം അല്ലാഹു അവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞില്ലേ, വഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഞാൻ ഒരുപാട് കാലം വരോട് ഉപദേശിച്ചു, പറഞ്ഞു നോക്കി, ഒരൊറ്റൊന്നും നന്നാകണില്ല. ഇനി ഒരൊറ്റൊന്നിനെ ഇവിടെ ബാക്കിയാക്കരുത്. മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. നൂഹ് നബി അലൈഹിസ്സലാമാണ് പറഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് സംഭവിച്ചു. അള്ളങ്ങനെ നടപ്പിലാക്കിയത്. വിശ്വസിച്ച ആളുകൾ ഒഴികെ ഒരാളും ഉണ്ടാകാത്ത രൂപത്തിലുള്ള നിയമം. ആ ലഫ്ദ് തന്നെ അതല്ല, തദർ എന്നാണ്. ഇവിടെ എന്ത് ചെയ്യരുത്? ഒരാളെയും ബാക്കിയാക്കരുത്. കാരണം അത് പറയാനും എല്ലാം കൊടുക്കാനുമുള്ള അധികാരം നൽകിക്കൊണ്ടാണ് ഖലീഫയായി ആര് വരുന്നത്? മഹാനരായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കാലഘട്ടത്തിലും അള്ളാന്റെ ഖലീഫയായി വരുന്ന മഹാന്മാരുണ്ടാവും. അത് അമ്പിയാക്കളായി നബുവത്തോടു കൂടി തന്നെ വന്നു. ആര് വരെ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവർക്കാണ് ഇവിടെ അധികാരം അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അവരാണ് ഖലീഫ എന്ന് പറയുന്നത്. ആ ഖലീഫ അവർക്ക് ചിലപ്പോൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യും, ചിലരെ ശിക്ഷിക്കേണ്ടി വരും, അദബ് പഠിപ്പിക്കേണ്ടി വരും, ഇതൊക്കെ ഇവിടെ ചെയ്യേണ്ടി വരും. അതിങ്ങനെ ഓരോ ഘട്ടത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കൊറോണയുടെ കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും പൂട്ടിയിട്ടില്ലേ? ആളുകളുടെ ചെയ്തികളിൽ നിന്ന് ചിലത് അവർക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടി വരുമ്പോ അവര് തന്നെയാണ് അത് കൊടുക്കുന്നത്. ഓരോ സംഭവം അങ്ങനല്ലേ? ചിലപ്പോ നമ്മളാണ് നല്ല മഴ പെയ്ത് ഉരുൾപൊട്ടലുണ്ടായി പല സ്ഥലങ്ങളിലും ആളുകളൊക്കെ മരിച്ചത് കാണാം. നല്ല മഴ പെയ്ത് എല്ലായിടത്തും വെള്ളം കയറിയിട്ട് പലരും കഷ്ടത്തിലാകുന്നതൊക്കെ കാണാം. നമ്മളത് മാത്രം ചിന്തിച്ചാൽ ഇവരെന്തായി ചെയ്യുന്നു തോന്നിപ്പോകും. അതേ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു മഴയും ഇല്ല, അവിടെ വെള്ളവുമില്ലെങ്കിൽ കോടാനക്കോടി ആളുകൾക്ക് വെള്ളമില്ലാതായി പോവും. അപ്പൊ അതിനു വേണ്ടി ഇവിടെ വെള്ളമിറക്കേണ്ടി വരും. വെള്ളമിറക്കുമ്പോൾ അതിന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതതിലൊരു ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. വലിയ ഗുണം അതിന്റെ പിന്നിലുണ്ടാവും. അപ്പൊ ഓരോ കാലത്തും എന്ത് ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം എന്നൊക്കെ ഖലീഫയായി വരുന്ന ആളുകളാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഖലീഫമാരിലൂടെയാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ വെളിവാകുന്നത്. ആ ഖുദ്റത്തിൽ ഒരു ഖുദ്റത്താണ് യഹ്യാ ഉൽ മൗത്ത. ഏത്? മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അള്ളാഹ് നേരത്തെ പറഞ്ഞ് നമ്മൾ കേൾപ്പിക്കുകയും ചെയ്തു. ഇനി ഞാനിങ്ങനെ വായിക്കാം, ഓരോ ഖലീഫമാര് വരുമ്പോ അവര് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം എല്ലാം കൂടി പറയണ്ട, ഖുർആൻ ഉദ്ധരിച്ചത് നോക്കൂ. മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിപ്പിച്ച സംഭവം സൂറത്തുൽ ബഖറ. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹീൽ മൗതാ ഖാല അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിക്കുകയാണ്,
എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുക? അപ്പൊ ഞാൻ ജീവിപ്പിക്കും നിങ്ങൾ ഉറപ്പിച്ചിട്ടില്ലേ? ഓ, എനിക്ക് ഉറപ്പാണ്. എന്നാലും അത് എന്നിലൂടെ ഒന്ന് പ്രകടമായി കാണണം. കാരണം അള്ളാഹുവിന്റെ ഖലീഫയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. അതവിടെ നടപ്പിലായി. ഫഖുദ് അർബഅതൻ മിനത്-ത്വയ്ർ ഫസുർഹുന്ന ഇലൈക ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയാണ്, 4 പക്ഷികളെ പിടിച്ചോളൂ, ആ പക്ഷികളെ അറുക്കുക, മാംസങ്ങൾ മുഴുവനും മിക്സ് ചെയ്യുക. അങ്ങനെ ഇബ്രാഹിം നബി പക്ഷികളെ പിടിച്ചു, മാംസങ്ങളൊക്കെ മിക്സ് ചെയ്ത് 4 പർവ്വതങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. ഇബ്രാഹിം നബി ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു. മൂപ്പരെടുത്താ തല ഉള്ളത്, തല മാത്രമേ മൂപ്പരെടുത്തുള്ളൂ. പിന്നെ വിളിച്ചോളൂ ഓരോരുത്തരെയും. ഏതാ പക്ഷികളെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. കോഴിയും മയിലും കാക്കയും ഒക്കെയാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. ഓരോ പക്ഷികളെയും പേരിങ്ങനെ വിളിക്കുമ്പോ 4 ഭാഗത്തുനിന്നും അതിന്റെ മാംസങ്ങൾ ഇങ്ങനെ പറന്നു വന്ന് അതിന്റെ ആ തലയിൽ പോയി ഫിറ്റാവുകയാണ്. അസ്രായിൽ എന്നെ റൂഹ് പിടിക്കണ ഈ 4 പക്ഷികളുടെയും. മൂപ്പര് റൂഹായിട്ട് പോകുമ്പോഴേക്ക് ഇവിടെ വിഷയം വന്ന് ഇബ്രാഹിം നബിന്റെ വിളി വന്ന ഉടനെ മൂപ്പര് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാന്ന് പിന്നെ പറയേണ്ടി വരില്ല. അപ്പൊ അള്ളാന്റെ പ്രത്യേകതയാണ് ഏത്? ഇഹ്യാഉൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. അതിവിടെ ആരിലൂടെ സംഭവിക്കുന്നു? ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബിയാ വിളിക്കുന്നത്, അള്ളാഹ് വന്നിട്ട് വിളിക്കല്ല. ഇബ്രാഹിം നബി കോഴിയെ വിളിക്കുന്നു. ഇബ്രാഹിം നബി വിളിച്ചാൽ മതി. കാരണം എന്താ? വലിസാനഹുല്ലദീ യൻതിഖു ബിഹി ആണ് ആര്? ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിളിച്ച വിളിയിൽ റൂഹ് മടങ്ങിയെത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് അവകൾ പാറി വന്നു. അപ്പൊ ഇഹ്യാഉൽ മൗത എന്നത് ആരിലൂടെ സംഭവിക്കുന്നു? മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇനി 2, അള്ളാന്റെ ഖലീഫയായി വന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. മൂസാ നബിന്റെ സംഭവം നോക്കിക്കോളൂ. ഇതൊക്കെ ഖുർആനിലുണ്ട്. നിങ്ങൾ തഫ്രീജുൽ ഖാത്തിറും അതേപോലെ തന്നെ നമ്മളെ മുഹിയുദ്ദീൻ മാലയും തള്ളുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഖുർആനെ തള്ളേണ്ടി വരും. അതാണ് റഷീദിലുള്ള പറഞ്ഞത്. ഖുർആനിലെ ഈ ചരിത്രക്കാണ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിതാബ് ചെയ്തു ഇൻഷാല്ലാ ഞാൻ വായിക്കുന്നുണ്ട്. മറ്റേ ആൾ പറഞ്ഞല്ലോ മായാവി കഥ, ഡിങ്കൻ കഥ എന്നൊക്കെ. മൗലവി ഒന്ന് ഉള്ളു തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഖുർആനിലും വിശ്വാസം ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഈ ഡിങ്കൻ കഥ പറഞ്ഞാൽ 4 പക്ഷിനെ ഇറക്കുക, 4 മലയിൽ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് ഇബ്രാഹിം നബി വിളിക്കുക, കാക്ക നേരെ വന്ന് കാക്കന്റെ തലയിൽ തന്നെ ഫിറ്റാകുക. കോയിന്റെ തല അപ്പുറത്തുണ്ടല്ലോ, അത് മാറണില്ലല്ലോ. ഇബ്രാഹിം നബിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാ യുക്തിവാദികൾക്ക്, ഞങ്ങൾക്കത് പറ്റൂല. തള്ളിയ ആളുകളും ശ്രദ്ധിക്കണം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ. 2, മൂസാ നബിന്റെ കാലത്ത് ഒരാൾ കൊല ചെയ്യപ്പെടുന്നു. ഇത് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ ഫഖുൽനാ ദരിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ. മൂസാ നബിയിലൂടെ ആ കുദറത്ത് പുറത്തു വന്നു. മൂസാ നബിന്റെ കാലത്ത് ഒരാൾ മരിച്ചു, ഒരാൾ കൊല ചെയ്യപ്പെട്ടു. കൊന്നത് ആരാന്ന് അറിയുന്നില്ല. ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞു, എൻ്റെ ഒരു കുടുംബക്കാരൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളൊരു വഴി ഉണ്ടാക്കി തരണം. മൂസാ നബി അള്ളയുമായി ബന്ധപ്പെട്ടു. നിർദ്ദേശമില്ലാതെ പോലൊന്നും ചെയ്യൂല. നിർദ്ദേശം കിട്ടി, പശുവിനെ അറുക്കണമെന്ന്. ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ ഉടനെ പറയുന്നത് ഡിങ്കൻ കഥയാണ്, ഇങ്ങനെ ശരിയാകുക. കാരണം ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അഞ്ഞു ഒരു പശുവിനെ അറുക്കണം എന്നായി പറയുന്നത്. ഏത് പശു എന്ന് ചോദിച്ചു. എങ്ങനെയുള്ള പശു, എന്ത് നിറമുള്ള പശു? ഖുർആൻ ആ സംഭവം വിശദമായി പറഞ്ഞില്ലേ. അവസാനം ഒരു പശുവിനെ കണ്ടെത്തി അതിനെ അറുത്തിട്ട് അതിന്റെ ഒരു എല്ലെടുത്തു എന്ന് പറഞ്ഞവരുണ്ട്. അതിന്റെ വാല് ഭാഗം എടുത്തു എന്ന് പറഞ്ഞു. ഏതോ ഒരു സംഭവം ഇന്ന് എടുത്തു. മൂസാ നബി അലൈഹി ഇസ്ലാം ആ മയ്യത്തായി കിടക്കുന്ന ആള് അതുകൊണ്ട് അടിക്കാണ്. ആ അടിയിലൂടെ അയാളുടെ റൂഹ് തിരിച്ചു കിട്ടി. അയാൾ എഴുന്നേറ്റിരുന്ന് അയാൾ പറഞ്ഞു, ഇയാളാണ് എന്നെ കൊന്നത്. അപ്പൊ പരാതി പറയാൻ വന്ന ആളെന്നെ കൊന്നത്.
ഇതിപ്പോ അസ്രായിൽ തന്നെയല്ലേ പിടിച്ച്? അസ്രായിൽ പിടിച്ചിങ്ങനെ കൊണ്ടോണിന്റെ അടുക്കല്ലേ മൂസാ നബിന്റെ അടി വരുന്നത്. തിരിച്ചു കൊണ്ടുപോയി കൊടുക്കന്നെ, വേറെ രക്ഷയൊന്നുമില്ല. കാരണം അവിടെ ആ അടിയിലൂടെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ആരിലൂടെ പ്രകടമായി? സയ്യിദുന മൂസ അലൈഹിസ്സലാം. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ തള്ളേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കിക്കോ, മഹാനരായ ഈസ അലൈഹിസ്സലാം, അവനെ പറയേണ്ടതില്ല, അവിടെ അത് മാത്രമേ ഉള്ളൂ. ഈസാ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ അന്നി ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും. ഈസാ നബി ആ നാട്ടുകാരോട് തന്നെ വന്നിട്ട് പറഞ്ഞതെന്താ? അന്നി അഖ്ലുഖു ലക്കും മിനത് ത്വീൻ കഹൈഅത്തി ത്വയ്ർ. ഞാനൊരു പക്ഷിയുടെ രൂപം കളിമണ്ണ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഞാനതിൽ ഊതും. അല്ല വന്ന് ഊതുന്നല്ല, കാരണം അല്ല ഊതേണ്ടത്, അല്ല ഊതാൻ ഇവിടെ വരൂല്ല. അള്ളാന്റെ ഖലീഫയായി പകരക്കാരനായി ആ സ്ഥാനത്ത് വന്ന ആളാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ. ഈസാ നബി അലൈഹിസ്സലാം ഊതി, ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അത് പക്ഷിയായി പറന്നുപോയി. സൂറത്ത് ആലി ഇംറാൻ. കഴിഞ്ഞില്ല, അതിന്റെ അവസാനത്തിൽ അത് പറയുന്നു, വമാ തദ്ഖറൂന ഫീ ബുയൂതിക്കും, അവിടെ വഉബരിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ആര്? ഈസാ നബി അലൈഹിസ്സലാം. അതാ പണ്ടൊരു മൗലവി പറഞ്ഞു, മുഹിയുദ്ദീൻ മാലയിലുള്ളത് ശിർക്കും ഖുർആനിലുള്ളത് തൗഹീദുമാണ്. രണ്ടും ചത്ത ചകത്തിന് ജീവൻ ഇടിച്ചവർന്നുമാണ്. വഹീൽ മൗത്ത, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും ഈസാ നബി. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ കഴിവ് ആരിലൂടെ വരികയാണ്? മഹാനരായ ഈസാ അലൈഹിസ്സലാം. ഈ സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് ആവർത്തിച്ചു. എന്നിട്ട് അല്ലാഹ് ഈസാ നബിയോട് പറഞ്ഞു, വഇദ് തുഖ്രിജുൽ മൗതാ ബിഇദ്നി, നിങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കും എന്റെ സമ്മതപ്രകാരം. ഈ എത്ര സംഭവങ്ങളാണ് ഈസാ നബിന്റെ കാലത്തുണ്ടായത്? കൂട്ടം കൂട്ടമായിട്ടല്ലേ പലപ്പോഴും ഹയാത്താക്കിണ്ട്. ആദ്യത്തെ സംഭവം കേട്ടോളൂ. മഹാനരായ ഇമാം റാസി എഴുതി പോകട്ടെ, ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്നെ അൽബിദായിൽ എഴുതാണ്, അവ്വലുമാ അഹ്യാ മിനൽ മൗത അന്നഹു മറ അലാ ദാത യൗമിൻ അല ഇംറഅത്തിൻ ഖായിദ ഇൻദ ഖബ്രിൻ. ആദ്യമായിട്ട് ജീവിപ്പിച്ച സംഭവം, ഈസാ നബി അലൈഹിസ്സലാം ഒരു പെണ്ണിന്റെ സമീപത്തുകൂടി ഇങ്ങനെ നടന്നുപോയി. ഓളൊരു ഖബറിന്റെ അടുത്തിരുന്ന് കരയാണ്. ചോദിച്ചു, മാലക്കി അയ്യത്തുഹൽ മർഅ, എന്തിനാ അവിടെ നിന്ന് കരയുന്നത്? ഡിങ്കൻ കഥ അല്ല കേട്ടോ, ഇത് ഖുർആന്റെ വിശദീകരണം. എന്നിട്ടെന്താ പറയുന്നത്? ആകെ എനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഓള് മരിച്ചുപോയി, ഞാൻ ഒറ്റക്കായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കരയുകയാണ്. ഒന്നുകിൽ ഞാനും മരിച്ചു പോകണം, അല്ലെങ്കിൽ ഓള് ഹയാത്താകണം, രണ്ടാലൊന്നും സംഭവിക്കാതെ ഞാൻ നീച്ചോലാന്ന്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പ്രശ്നാക്കണ്ട, ഞാൻ വഴിയുണ്ടാക്കി തരാം. അങ്ങനെ ഈസാ നബി പ്രത്യേകം നിസ്കരിക്കുകയൊക്കെ ചെയ്ത് ഫജലസ ഇൻദൽ ഖബരി, ഖബറിന്റെ സമീപത്ത് ഇരുന്നു. ഇത് ഖബറിൽ അടക്കിയതിന് ശേഷം ഫനാദാ യാ ഫുലാന ഖൂമി ബിഇദ്നിർ റഹ്മാൻ, ഖബറിലുള്ള ഈ മയ്യത്തിനോടാ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കൂ. ഫഖ്റുജി, പുറത്തു വാ. ഫതഹറഖൽ ഖബ്റു, ഖബർ അനങ്ങാൻ തുടങ്ങി. സുമ്മനാദ സാനിയ ഫൻസഅൽ ഖബ്ർ, രണ്ടാമതും വിളിച്ചു, മോളെ എഴുന്നേൽക്കൂ. ഖബർ പൊട്ടിപ്പിളർന്നു. സുമ്മനാദ സാലിസ ഫഖറജത് വഹിയ തൻഫുദു റഅസഹാ മിനത് തുറാബ്, മൂന്നാമത്തെ വിളിയിൽ ഖബറിൽ നിന്ന് ആ പെണ്ണ് എഴുന്നേറ്റ് വന്നു. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പൊടിയും മണ്ണൊക്കെ ഉണ്ട്, തലയിലാക്കിനെ തട്ടിയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ വന്നു. ഈസാ നബിക്ക് ദേഷ്യം വന്നത് എന്താ അറിയോ? ഒന്നാമത്തെ വിളിക്കാൻ എന്താ എഴുന്നേൽക്കാതിരുന്നത്? മുപ്പർക്ക് അതാ പ്രശ്നം. അതാ ചോദിച്ചത്. ഫഖാല ലഹാ ഈസാ മാ അബ്തഅബികി അന്നി, എന്തിനാ മൂന്ന് വട്ടം വിളിക്കേണ്ടി വന്ന്? ആദ്യത്തെ വിളിയിൽ തന്നെ എഴുന്നേൽക്കണ്ടേ? ഫഖാലത് ലമ്മാ ജാഅത്നി സ്വൈഹത്തുൽ ഊലാ ബഅസല്ലാഹു ലീ മലക്കൻ ഫറക്കബ ഖൽഖി, ആദ്യത്തെ വിളി വന്നപ്പോഴാണ് എന്റെ ശരീരമൊക്കെ ഒന്ന് മലക്ക് വന്നിട്ട് റെഡിയാക്കി തന്നു, വേഗം റൂഹൊക്കെ ശരിയാക്കി. മലക്കെന്നെ ഈ ചെയ്യണൊക്കെ, മലക്കല്ലാതെ പിന്നെ ഇവര് പോയി ചെയ്യും. ഓർഡർ ഇടുന്നത് ഈസാ നബിയാണ്. ഉടനെ മലക്ക് വന്ന് റൂഹിനെ തിരിച്ചു കൊടുക്കുകയാണ്, ശരീരത്തൊക്കെ നീച്ചിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കുകയാണ്.
രണ്ടാമത്തെ വിളി വിളിച്ചപ്പോ റൂഹ് പൂർണ്ണമായി ശരീരത്തിൽ അങ്ങ് വന്ന് മൂന്നാമത്തെ വിളിക്ക് പിന്നെ ഞാൻ എന്തായാലും നിങ്ങളെ മുന്നിലെത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇബ്നു കസീർ വരെ രേഖപ്പെടുത്തിയത്. പിന്നെ വലിയ സംഭാഷണങ്ങളൊക്കെ അവരമ്മിലുണ്ടായി. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് നിങ്ങൾ ജീവിപ്പിക്കുന്നത് തട്ടിപ്പുണ്ട്, കാരണം ഇന്നലെയും മിനിയാന്നൊക്കെ മരിച്ചതാണ് നിങ്ങൾ ജീവിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയുമോ എന്ന്. അപ്പൊ ഈസാ നബി ചോദിച്ചു, നിങ്ങൾക്ക് അറിയുന്ന ഖബറുകളിൽ ഏറ്റവും പഴയത് എടുത്തോളൂ. അപ്പൊ പറഞ്ഞു, നൂഹ് നബിന്റെ മകൻ സാമിന്റെ ഖബർ ഞങ്ങൾക്കറിയാം, അത് ജീവിപ്പിക്കണം. സാമു ഒരുപാട് കാലം മുമ്പാണല്ലോ. ഈസാ നബി പിന്നെ ലാസ്റ്റ് വന്നതല്ലേ, മുത്തുനബിന്റെ നേരെ മുമ്പാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സാമു ബിൻ നൂഹ് നബിന്റെ നേരെ മോന്റെ ഖബറിന്റെ അടുത്തെത്തി. ഏത് കിതാബിലാ സംഭവം ഇല്ലാത്ത? ഉടനെ വിളിച്ചു, സാമു ബിൻ നൂഹ് കുംബി ഇതിനില്ല, എഴുന്നേറ്റ് വരൂ. അസ്രായിലൊക്കെ റൂഹ് കൊണ്ടുപോയി വെച്ചിട്ട് ആ റൂഹിനെ എത്ര കാലമായി ഉണ്ടാവും. ഉടനെ അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി കൊടുക്കാണ്. എഴുന്നേറ്റ് വന്നു സാമു ബിൻ നൂഹ്. ദുനിയാവിൽ നിൽക്കാൻ പിന്നെ ഉപരി ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചുപോയി. ചിലര് ജീവിച്ചതിന് ശേഷം കുട്ടികൾ വരെ ഉണ്ടായി. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ഈസാ നബി ആ മയ്യത്ത് കട്ടിലിറക്കി വെച്ച് ആളോട് എഴുന്നേൽക്കാൻ പറയുന്നു. അയാൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരുന്ന ആളുകൾ പറയുന്നു, മയ്യത്ത് കട്ടിൽ ഇയ്യന്നെ കൊണ്ടുപോയി വെക്ക്. ഇതേരെ അന്നെ ഞങ്ങൾ ഏറ്റില്ല, ഞാൻ എനിക്കൊരു പണി വേണ്ടായിരുന്നു. എത്ര സംഭവം! അതിനുവേണ്ടി കിതാബ് എഴുതിയില്ലെവിടെ? എന്നു മുതലാണ് നിങ്ങൾക്കിത് മായാവി കഥകളായത്? അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ പകരക്കാരായി ചെയ്യുന്ന ആളാണ് അള്ളാഹുവിന്റെ ഖലീഫ. അതാ ഇബ്രാഹിം നബി ചെയ്തത്, അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ചെയ്തത്, അതാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തത്. പിന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് പിന്നെ പറയേണ്ടതില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅതാ മുഹമ്മദൻ ഹനീനൽ ജിദ്ഇ അല്ലദീ കാന യഖഫു യഖ്തുബു ഇലാ ജംബി ഹത്താ ഹുയ്യ ലഹുൽ മിൻബർ ഫലമ്മാ ഹുയ്യ ലഹുൽ മിൻബർ ഹന്നൽ ജിദ്ഉ ഹത്താ സുമിയ സൗതു ഫഹാദാ അക്ബറു മിൻ ദാലിക്. മരിച്ചവരെ ജീവിപ്പിക്കലൊക്കെ മുത്തുനബിന്റെ കാര്യത്തിൽ ഒരു സംഭവമല്ല, അതൊക്കെ ചെറിയ ആളുകൾ ചെയ്യുന്നതാണ്. നേരത്തെ ജീവുള്ളീന് ജീവൻ കൊടുക്കാണല്ലോ, ഇത് തീരെ ജീവില്ലാത്ത വസ്തുവിന് ജീവൻ കൊടുക്കുകയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി. അതാണ് ഈത്തപ്പന മട്ടൽ കരഞ്ഞ സംഭവം. തീരെ ജീവില്ലല്ലോ, പിന്നെ കരയല്ലേ. കല്ല് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഭക്ഷണം, ഇതൊക്കെ ഏറ്റവും വലിയ പവറാണ് ആർക്ക് കിട്ടിയത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നമ്മളെ സംഭവത്തിലുള്ള എന്താ? ഇതൊക്കെ ഒന്നല്ലേ ഉള്ളൂ, കൂട്ടമായിട്ട് ഏതെങ്കിലും ജീവിപ്പിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല. ഒന്ന് വന്നാ പിന്നെ മറ്റതും വരൂലേ? ഒരു റൂഹിന് തന്നെ തരാമെങ്കിൽ അതേപോലെ ഓരോന്നെല്ലാം നാ ഖുർആനിലേക്ക് തന്നെ വരൂ. ആയത്തന്നെ നമുക്ക് ഓതാ. സൂറത്തുൽ ബഖറ 243 ആയത്ത്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫ്. എണ്ണം മതിയായിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ. അലം തറ, നിങ്ങൾ നോക്കുന്നില്ലേ? ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫ്. ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ ഭയപ്പെട്ട് വീടുകളിൽ നിന്നിറങ്ങി. വലിയ സംഭവമാണ്. ത്വാഊൻ ബാധിച്ചു മരിക്കുന്നത് കണ്ടപ്പോ പല ആളുകളും, പണ്ടത്തെ കാലത്തുള്ള സംഭവം, ആയിരക്കണക്കിന് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മരിക്കുന്നു പേടിച്ചിട്ട്. ഫഖാല ലഹുമുല്ലാഹു മൂതു. മരിച്ചെന്ന് പേടിച്ചിറങ്ങിയത് അള്ളാഹ് പറഞ്ഞ എല്ലാം കൂടിയാണ് മരിച്ചാളിയെന്ന്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുമ്പോഴാണ് ഹിസ്ഖീൽ നബി അലൈഹിസ്സലാം ആ വഴിയിലൂടെ വരുന്നത്. ഫലമ്മാ റആഹുമാ വഖഫ അലൈഹിം വതഫക്കറ ഫീഹിം. ഇതിങ്ങനെ ചിന്തിച്ചു, ആയിരക്കണക്കിന് ആള് മരിച്ചെടുക്കാണല്ലോ, എന്താ അത് സംഭവം? ഉടനെ ഹിസ്ഖീൽ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, എന്താ അത്, ഇവകളൊക്കെ ഒന്ന് ജീവിപ്പിച്ചാൽ എന്തൊരു ഉഷാറുണ്ടാകും. അള്ളാഹ് പറഞ്ഞു, വിളിച്ചോളൂ, വിളിച്ചാൽ അവര് വരും. അതാ നാദി അയ്യതുഹല്ലിദാ മിന്നല്ലാഹ യഅ്മുറുകി അൻ തജ്തമിഇ. ആ നബി അങ്ങ് വിളിക്കാൻ തുടങ്ങി, ഓ ജനങ്ങളെ, ആയിരക്കണക്കിന് മയ്യത്തുകളുണ്ട്, എഴുന്നേറ്റ് വരൂ. ഫജഅലത്തിൽ ഇളാമു യതീറു ബഅദുഹാ ഇലാ ബഅദിൻ ഹത്താ തമ്മത്തിൽ ഇളാം. എല്ലുകളും ഇറച്ചികളൊക്കെ നേരത്തെ ഉള്ളതുപോലെയായി. ആ നബിയുടെ വിളിക്കുത്തരം നൽകി ആയിരക്കണക്കിന് അർവാഹുകൾ ഒറ്റയടിക്ക് എഴുന്നേറ്റ സംഭവം പരിശുദ്ധ ഖുർആൻ. ഫുമ്മ അഹ്യാഹു ഫഖാലഹുമുല്ലാഹു മൂതു ഫുമ്മ അഹ്യാഹു.
മരിപ്പിച്ചു അവരെ, പിന്നെ അവരെ ജീവിപ്പിച്ചു. ഇതൊക്കെ അസ്രായേൽ എടുത്ത പണി തന്നെയാണ്, വേറെ ആരെയും വന്നെടുക്കൊന്നുള്ളത്. ഈ ആയിരക്കണക്കിന് ആളുകളെ റൂഹുമായി അസ്രായേൽ പോയതിനു ശേഷമാണ് മൂപ്പരെ ഈ റൂഹ് തിരിച്ചു വിളിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി നോക്കിക്കോളൂ, മഹാനരായ മൂസാ നബി അലൈഹി സ്വലാം തന്നെ 70 ആളെയേറ്റ് റബ്ബിന്റെ അടുത്ത് പോയി. റബ്ബിന്റെ അടുത്ത് പോയി എന്നാൽ റബ്ബിനോട് പ്രത്യേകം സംസാരിക്കാൻ വേണ്ടി അള്ളാഹു വരാൻ പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് നാട്ടിലെ പ്രധാന 70 ആളുകളെയും കൂട്ടിപ്പോയി. അപ്പൊ മൂസാ നബി ഇങ്ങനെ അള്ളഹാനോട് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ കാണാന്ന് പറഞ്ഞാൽ പോലെ ആ രംഗേ കാണുള്ളൂ. മൂസാ നബി ഇങ്ങനെ അതിലിങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്നോടിപ്പോ സംസാരിച്ച അള്ളണ്ടല്ലോ, ആ അള്ളനെ നേരെ ഞങ്ങൾക്ക് കാണണല്ലേ ഞങ്ങൾ വിശ്വസിക്കൂല. പ്രധാനമായി 70 ആളുകളെ കൊണ്ടുപോയി നോക്കിയതാ. ഖുർആൻ പറയാ, വൈദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, അള്ളാനെ നേരെ കാണാതെ ഞങ്ങൾ ആരും വിശ്വസിക്കൂല. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എന്താ നേരെ കാണീന്? അള്ളാഹ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു. ഫഅഖദതുഹുമുസ് സ്വാഇഖ, ഒരു വലിയ അട്ടഹാസം, ഇടി, മുഴുവനും മയ്യത്തായി പോയി. 70 എണ്ണവും. മൂസാ നബി അള്ളിയും കൂടി പ്രശ്നമായി. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തഫ്സീർ എടുത്ത് നോക്കി, അതിൽ കാണാ മൂസാ നബി പറഞ്ഞു, ഇഖ്തറത്തു മിൻ ബനി ഇസ്രായേൽ, റാസിയ വായിക്കണ്, 70 റജുലൻ ലിയകൂനു ശുഹൂദി ബിഖബൂലി തൗബത്തിഹിം, ഞാനിതെല്ലാം കൂടി ഇവരെ അടങ്ങാറെ 70 എണ്ണത്തിന് വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ ആക്കി, ഇതെല്ലാം മയ്യത്തായി കിടക്കുക. ഫഅർജു ഇലൈഹിം വലൈസ മഈ മിൻഹും, ഞാനിഞ്ഞ് നാട്ടിക്ക് ഒറ്റക്ക് ഇങ്ങനെ പോകുമ്പോ എന്തേക്കാരവസ്ഥ? ഫമല്ലദീ യഖൂലൂന ഫിയ, ആൾക്കാർ എന്നെ കുറിച്ച് എന്താ പറയാ? 70 എണ്ണത്തിന് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ള കേസ് എനിക്ക് വരൂലേ? ഇത് ശരിയാവൂല, മുഴുവനും എന്ത് ചെയ്യണം? ജീവിപ്പിക്കണം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹ് പറയാ, സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തശ്കുറൂൻ, 70 ആളുകളെയും റൂഹ് തിരിച്ചു കൊടുത്തു. അസ്രായീൽ പിടിച്ച കൊട്ടയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി മുഴുവനും കൊടുപ്പിച്ചു. അധികാരം ആരെ കയ്യിലാന്ന് മനസ്സിലാക്കിക്കോളൂ. മഹാനരായ ഉസൈർ അലൈഹിസ്സലാം അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാ. മൂപ്പരെയാണ് മൂപ്പരിങ്ങനെ വിചാരിച്ച് നടക്കുക, എങ്ങനെയാണ് ഇപ്പൊ അല്ലാഹ് മരിച്ചവരെ ജീവിപ്പിക്കുക. 100 കൊല്ലം മൂപ്പര് അവിടെ മരിപ്പിച്ചിട്ടങ്ങിട്ട് 100 കൊല്ലം കഴിഞ്ഞ് മൂപ്പര് ജീവിച്ചപ്പോ ചോദിക്ക, എത്ര ദിവസം നമ്മൾ മരിച്ചത്? നോക്കുമ്പോ 100 കൊല്ലം മുമ്പ് മൂപ്പര് യാത്ര ചെയ്ത കഴുത ഉണ്ടായിരുന്നു അവിടെ. കഴുതയുടെ എല്ലും എന്തോ ഒന്ന് മാത്രം ഇങ്ങനെ ബാക്കിയുണ്ട്. ഉടനെ അള്ളാഹു കാണിച്ചു കൊടുത്തു, വൻദുർ ഇലൽ ഇലാം കൈഫ നുൻസിസുഹാ സുമ്മ നക്സുഹാ ലഹ്മാ. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിലായത്ത് മുഖേന അല്ലാഹു തആല ആ കഴുതയെ ജീവിപ്പിച്ച സംഭവം പറയുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം, ഉറക്കിയ സംഭവം, 300 കൊല്ലം ഉറക്കി, ഒരു തകരാറും സംഭവിക്കാതെ അല്ലാഹു അവരെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ അള്ളാന്റെ പ്രത്യേക പണിയാണ് ഇഹ്യാഉൽ മൗത. അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? മക്കാ മുശ്രിക്ക് നുരുമ്പിയ എല്ലുമായിട്ടാണ് വന്നതെങ്കിൽ വഹാബി വരുന്നത് എന്താ? നേരെ മയ്യത്തായിട്ടാണ്, ഒന്നും നുരുമ്പിയിട്ടോടില്ല. എന്നിട്ട് ചോദിക്കാം, ഇതെങ്ങനെ കഴിയാം? ഇത് അള്ളാന്റെ പ്രത്യേക കുദറത്താണ്. അവൻ ആ കുദറത്ത് നടപ്പിലാക്കുന്നത് അവന്റെ ആളുകളിലൂടെയാണ്. അവന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മുർസലീങ്ങൾ മാത്രല്ല, മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ അംബിയാ മുർസലീങ്ങൾ മാത്രല്ല, അവരെ വാരിസീങ്ങളും ഇത് ചെയ്യും. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞില്ല, ഇദാ അർസൽനാ ഇലൈഹിം ഉസ്നൈൻ ഫകദ്ദബൂഹുമാ ഫഅസ്സദ്നാ ബിസാലിസ്. അന്ത്വാഖിയ എന്ന നാട്ടിലേക്ക് ഈസാ നബി 3 ആളെ പറഞ്ഞയച്ചു. 3 ആളുകൾ അമ്പിയാക്കളല്ല, അവരാ ഉമ്മത്തിൽ നിന്ന് ഈസാ നബി തെരഞ്ഞെടുത്ത ആളുകളായിരുന്നു. അവരെന്തൊക്കെ ചെയ്തു? വഅദ്ഹറൽ മുഅ്ജിസത മിൻ ഇബ്റാഇൽ അക്മഹി വൽ അബ്റസി വയഹ്യാഇൽ മൗത, മരിച്ചവരെ ജീവിപ്പിച്ചു, എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയും ആര് ചെയ്തു? ഈ ഈസാ നബിയുടെ ആളുകളും ചെയ്തു. അവരെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ആളുകളാണ്, മുർസലീങ്ങളാണ്. അവര് നേരിട്ട് അല്ലാഹ് അയച്ച ആളുകളല്ല, അള്ളാന്റെ റസൂലായ ഈസാ നബി അയച്ച ആളുകളാണ്. പക്ഷെ ഈസാ നബി ആര് പറഞ്ഞിട്ടാണ് അയക്കുന്നത്? അല്ലാഹ് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. അവിടെയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വറസൂലു റസൂലില്ലാഹി ബിഇദ്നില്ലാഹി റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലായ ഒരാള്
ഒരാളെ പറഞ്ഞയച്ചാൽ ആ പറഞ്ഞയക്കപ്പെട്ട ആള് നമ്മുടെ റസൂല് തന്നെയാണ്. റസൂല്, റസൂലിന്റെ റസൂല്, രണ്ടും ആരുടെ റസൂല് തന്നെയാണ്? അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്. ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അള്ളാന്റെ പ്രത്യേകമായ കുദ്റത്തുകൾ അത് 1, 2 ആയിരങ്ങളാവുന്ന റൂഹിനെ പിടിച്ചുകൊണ്ടുപോയാൽ അത് മടക്കി കൊടുക്കാൻ ഇവര് ഓർഡർ ഇട്ടാൽ കൊണ്ടുവരണം. അത് അള്ളാന്റെ റസൂലിന്റെ വാരിസീങ്ങളിൽ സംഭവിച്ചതാണ്. എങ്കിൽ ആ വാരിസീങ്ങളിൽ ഏറ്റവും ഉയർന്ന ആളാണ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അവരുടെ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം? ഒരു സംശയത്തിനും അവിടെ അവകാശമില്ല. പിന്നെ മലക്കിന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചു വാങ്ങാൻ കഴിയോ? ഞാൻ പറഞ്ഞല്ലോ, മലക്കിനേക്കാൾ അള്ളാഹു അധികാരം കൊടുത്തവരാണ് അള്ളാഹുവിന്റെ ഖലീഫയായി വന്ന അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകൾ. സംശയമുണ്ടെങ്കിൽ സ്വഹീഹുൽ ബുഖാരി നോക്കിക്കോളൂ, ഹദീസ് വായിക്കാം. ഉർസില മലക്കുൽ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രണ്ടിലും ഹദീസുണ്ട്. വായിക്കാം നമുക്ക് സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് ഹദീസ്. ജാഅ മലക്കുൽ മൗത്തി ഇലാ മൂസ അലൈഹിസ്സലാം. മൂസാ നബിന്റെ അടുത്തേക്ക് ആര് വന്നു? മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു. ഫഖാല ലഹു, മൂസാ നബിയോട് പറഞ്ഞു, അജിബ് റബ്ബക്, റബ്ബിന് ഉത്തരം ചെയ്യണം എന്ന് പറഞ്ഞാൽ മരിക്കാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബ് പറഞ്ഞയച്ചതാണ് മരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തരണം. എന്താണ്ടായത്? ഫലത്വമ മൂസ അലൈഹിസ്സലാം ഐന മലക്കിൽ മൗത്തി ഫഖഅഹ. മൂസാ നബി അലൈഹിസ്സലാം കൈ കൊണ്ട് അസ്രായിലിന്റെ മുഖത്ത് നോക്കി നന്നായിട്ട് ഒന്നാണ് കൊടുത്തു. ഇതിപ്പോ നിങ്ങൾ ഈ കഥ പറഞ്ഞോടത്തൊന്നും നിൽക്കൂല. അത് മറ്റേ ഇപ്പോ റൂഹ് കൊണ്ടുവന്ന പാത്രങ്ങൾ വാങ്ങിയിട്ടേ ഉള്ളൂ. കാരണം റഹ്മത്തുള്ള ആളാണല്ലോ. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് അല്ല പറഞ്ഞയച്ചതാണ് റൂഹ് പിടിക്കാൻ. അജിബ് റബ്ബക്ക് എന്ന് പറഞ്ഞ റബ്ബ് പറഞ്ഞിട്ടുണ്ട് മരിക്കാനായിന്, കൊടുത്തൊരൊറ്റടിയാ. എന്താ ഉണ്ടായത്? കണ്ണ് മുഴുവനും തകർന്നുപോയി. എന്ത് ആദ്യം അടി അടിച്ചിട്ടുണ്ടോ? മലക്കിന്റെ കണ്ണാ തകർന്ന്. ഇതാ സലാം സല്ലമി പറഞ്ഞു, ബുഖാരി ശരിയില്ല, ഇങ്ങനത്തെ ഹദീസും ഉണ്ട്. അതാ CN പറഞ്ഞത്, ഖുർആനിലും ചില തിരുത്തലുകളൊക്കെ വേണം. ആ ടീമാണ് ഈ നിഷേധിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ഉടനെ ഫറജ അൽ മലക്കു ഇലല്ലാഹി തആല, നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം പോലെ തന്നെ പൊട്ടിയ കണ്ണുമായി അസ്രായിൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സമീപത്തെത്തി. എന്നിട്ട് അല്ലാഹുവിനോട് പറയാ, ഇന്നക അർസൽതനി ഇലാ അബ്ദിൻ ലക ലാ യുരീദുൽ മൗത്ത്. മരണം ഉദ്ദേശിക്കാത്ത അന്റെ ആളുകളുടെ അടുത്തേക്ക് എന്തിനായി എന്നെ പറഞ്ഞയച്ചത്? ഓനിക്ക് മരിക്കാൻ ഇഷ്ടല്ല, അങ്ങനത്തെ അന്റെ സ്വന്തം ആളുകളുടെ അടുത്തേക്ക് എന്തിനെന്നെ പറഞ്ഞയച്ചു? വഖദ് ഖഫഖഅനി, എന്റെ കണ്ണ് വരെ പൊട്ടിപ്പോയി. ബുഖാരി മുസ്ലിമിലുള്ള സംഭവ. എന്നാണ്ട് അല്ല മൂസാ നബിനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്? ഒരു സംഭവം പറഞ്ഞയച്ച് തിരിച്ചയച്ചാ പോരാ, അതിന്റെ കണ്ണ് ഒരു വർത്താനം പറഞ്ഞില്ല. അല്ല ഞാൻ കണ്ണ് പൊട്ടിയോ, കുഴപ്പാക്കണ്ട, ഫറദ്ദല്ലാഹു ഇലൈഹി ഐന, കണ്ണ് ഞാൻ വേറെ തരാ, ഞാൻ ആരോടും പറയണ്ട. അത് സംഭവം മൂപ്പരോട് ആദ്യം ചോദിക്കുക, നിങ്ങൾ എന്താണ് മരിക്കാൻ ഉദ്ദേശിക്കണ്ടോ, അതോ നിങ്ങൾ എന്താണ്? ഒരു അദബുണ്ട്. എന്ത്? മൂസാ നബി ആവുമ്പന്റെ സ്വന്തം ആളാ മൂപ്പര്. മൂപ്പരോട് ചെന്നിട്ട് ആദ്യം തന്നെ അജിബ് റബ്ബക്, മരിക്കാൻ ഇടയ്ക്ക് പറഞ്ഞാൽ അടി കിട്ടുമോ ഉറപ്പ് തന്നെയാണ്. അവിടെ ഒരു അദബ് പാലിക്കണം. അതെന്താ? ആദ്യം വന്ന് ചോദിക്കുക, അത് അല്ല പഠിപ്പിച്ചു, ഇർജിയില അബിദി, എന്റെ അടിമന്റെ അടുത്ത് പോവുക, ഫഖുൽ, എന്നിട്ട് ആദ്യം പറയാ അൽ ഹയാത്ത തുരീദ്, നിങ്ങൾ ജീവിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, മരിക്കാനാണോ? ജീവിക്കാനാണെങ്കിൽ ഞാൻ പോയിക്കോളട്ടോ, മരിക്കാനാണെങ്കിൽ നിങ്ങളൊന്ന് സഹകരിച്ചു തരണം എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നിന്ന് എന്നാല് പിടിച്ചോളൂ, അല്ലെങ്കിൽ തൽക്കാലം നടക്കൂല എന്ന് അല്ലാഹ് ശരിവെക്കുകയാണ്. ആ മൂസാ നബിന്റെ വാരിസീങ്ങളിൽ മൂസാ നബിന്റെ സ്ഥാനത്തും അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളുടെ നേരെ കദമിൽ വന്ന ആളാണ് സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഓൽക്കൊരു നിയമമുണ്ട്. എന്താ നിയമം എന്നറിയോ? അവരെ ഖാദിമിന്റെ റൂഹ് പിടിക്കുമ്പോ അവിടെ ഒരു അഥവാ അവരോട് പറഞ്ഞിട്ട് പിടിക്കണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ ഒരു അദബുണ്ട് അവിടെ. എന്താ? അത് റസൂലിനോടൊന്ന് പറയണം. ഇവിടെ അസ്രായിൽ അലൈഹിസ്സലാം മൂസാ നബിനോട് നേർക്ക് അജിബ് റബ്ബക് മരിക്കാനായിന് നിന്നേരെന്ന് പറഞ്ഞ പോലെ നേരെ ഖാദിമിന്റെ റൂഹ് അങ്ങ് പോയി പിടിച്ചുപോയി. അവിടെ എന്തായിരുന്നു ചെയ്യേണ്ടത്? അതിന്റെ പൂർണ്ണമായ രൂപം
അസ്രായേൽ ശരിയാന്ന് വിചാരിച്ച് ചെയ്തതാ മൂപ്പര്. അല്ല പറഞ്ഞിട്ടുണ്ട്, മൂപ്പരെ സമയമായിട്ടുണ്ട്, നേരെ പോയി പിടിച്ചുപോയി. അപ്പൊ ആ ഹൗസുൽ തങ്ങൾ പഠിപ്പിക്കുകയാണെന്ത്, ഇനിത് ആവർത്തിച്ചു പോകരുത്, അതുകൊണ്ടൊരു ശിക്ഷയാണ്, ഒരാളത് എന്റെ ഹാദിമാകുമ്പോ എന്നോട് പറഞ്ഞിട്ട് പിടിക്കണം, ഇല്ലെങ്കിൽ അന്ന് പിടിച്ച മുഴുവൻ ആളുകൾക്കും തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ശിക്ഷ കൊടുക്കാനും രക്ഷ കൊടുക്കാനും അള്ളാഹ് അധികാരം കൊടുത്ത അള്ളാഹുവിന്റെ ഖലീഫമാരിൽ ഏറ്റവും ഉന്നതരാണ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അതാണ് ആ സംഭവത്തിന്റെ ആകത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വ്യക്തമായ ഒരു കാര്യം, അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും ആരാന്ന് ആദ്യം പഠിക്കാം. അവർ അള്ളാന്റെ ഖലീഫയാന്ന് മനസ്സിലാക്കാം. അള്ളാഹ്ക്ക് ഇതിനൊക്കെ കഴിവുണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും ഉറപ്പാണല്ലോ. എന്നാ അള്ളാന്റെ കഴിവ് അവരിലൂടെ ഇങ്ങനെ പ്രകടമാവുകയാണ്. ആ പ്രകടമാകുമ്പോ അതിൽ ഇഹ്യാഉൽ മൗത്ത് വരും. ഇവിടെ നമ്മൾ പറഞ്ഞ സംഭവത്തിൽ അസ്രായീൽ അലൈഹിസ്സലാമിൽ നിന്നൊരു പോരായ്മ സംഭവിച്ചു. അതെന്താണ്? ഇവർ ശരിയാന്ന് വിചാരിച്ച് ചെയ്തതാണ്. സ്വന്തം ഖാദിമിന്റെ റൂഹ് സമ്മതമില്ലാതെ, ഏതുപോലെ മൂസാ നബിനോട് സമ്മതം ചോദിക്കാതെ അജിബ് റബ്ബക്ക എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം സംഭവിച്ചപ്പോ അതിന് കൊടുത്ത ശിക്ഷയാണെന്ത്, നേരെ ബന്ധപ്പെട്ടു, മൂപ്പര് പോവാണ്. അപ്പൊ വലിയൊരു സംശയം എന്താ അറിയോ, അവിടെ നമ്മൾ വായിച്ച ആ സംഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വഫീ യദിഹി ളറഫുൻ മഅനവിയുൻ കഹൈഅത്തി സംബീൽ. അസ്രായീൽ ഇങ്ങനെ പോകുമ്പോ ഒരു കൊട്ട പോലത്തെ പാത്രം, ആ പാത്രത്തിൽ ആണിത് കൊണ്ടുപോകുന്നത്. അതാണ് ഇവർ ഈ കൊട്ടയിൽ നിന്ന് തട്ടിപ്പറിച്ചു. ജംബീല് മലയാള ഇസ്രായേൽ കൊട്ട എന്നാണല്ലോ. അവിടെ തന്നെ പറയുന്നു മൈനവിയായ ഒരു പാത്രം. മൈനവിയെ ചങ്ങായിമാരെ കാണാണ്ടാവില്ല, അത് ആ റൂഹായിട്ട് ഇങ്ങനെ പോവാന്നാണ്. സിദ്റത്തുൽ മുൻതഹനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും കാണാലോ. അതിന്റെ സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഇലകൾ ആദാനിൽ ഫീൽ, ആനയുടെ ചെവി പോലെ. അപ്പൊ ഈ മൗലവിമാരൊക്കെ ആനന്റെ ചെവി ഇപ്പൊ ഇങ്ങനെ തസവുറാക്കി ഇതൊരു ആനന്റെ രൂപത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കും. അതാണോ? അത് ഇങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊരു പ്രയോഗം. അതിലെത്രേ ഉള്ളൂ. അതിൻ്റെ ഒക്കെ വെറുതെ കളിയാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ലേ അതൊക്കെ. റൂഹുമായി തിരിച്ചു പോകുന്നു ആര്? മഹാനരായ അസ്രായീൽ അലൈഹിസ്സലാം. ഉടനെ ബന്ധപ്പെടുന്നു, അവിടുത്തെ അധികാരം വെച്ച്. അതിൽ തന്നെ പറഞ്ഞല്ലോ, ഫബിഖുവ്വത്തി സൽത്വന വസ്സൗലത്തി അഖദ മിന്നി മാ ഖബൽതുഹു. അന്ന് പിടിച്ച എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അത് ആരുടെ പവറാണ്? മഹാനരായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു. ഇത് അള്ളാന്റെ ഖലീഫ എന്ന നിലയ്ക്ക് ചെയ്ത സംഭവമാണ്. ഈ സംഭവമാണ് തഫ്രീജുൽ ഖാത്തിറിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് പുതിയ മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞത്. ഒരു സംശയവും അതിൽ വേണ്ട. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇനി നമ്മൾ അലവി സഖാഫിനൊന്നും കൂടി എടുക്ക്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പൊന്നാനിയിലെ ഏറ്റവും ഉയർന്നവരായ അന്നത്തെ രണ്ട് ആലിമീങ്ങളെ പറഞ്ഞു. പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൊടിയമ്മക്കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും. ഇവർ രണ്ടുപേരും അന്ന് മഖ്ദൂമികളിൽ പ്രധാനിയാണ്. ആ പണ്ഡിതന്മാരെ അംഗീകരിച്ചു. ഇന്ന് വരെ ചൊല്ലി വന്ന മുഹയ്യദ്ദീൻ മാല ഇതുവരെ കളവാക്കി നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി. എന്നിട്ട് ഈ സംഭവം വന്നതിന്റെ പേരിൽ അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവം എന്നല്ല, ആ മാലിനെ തന്നെ തള്ളി. എന്നിട്ട് അതിന് പിടിച്ചതായിരുന്നു ആരെ? ഇത് ഞങ്ങൾ മാത്രമല്ല, പാടൂര് തങ്ങൾ വരെ മുമ്പ് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മാലിനെ തള്ളിയിട്ടുണ്ട്. അത് അൻവരി ഉസ്താദ് നേരത്തെ മറുപടി പറഞ്ഞു. അത് അലവി സഖാഫി പറയുന്നത് കേട്ടോളൂ. ഇത് എന്ന തർജ്ജമയാണ്. ഇത് മുജാഹിദുകളിൽ തന്നെ പ്രസ്സായ ആമിറുൽ ഇസ്ലാം ലിത്തോ പവർ പ്രസ് തിരൂരങ്ങാടിയിൽ നിന്ന് അച്ചടിച്ചിട്ടുള്ളതുമാണ്. ഇനി അതിൽ കുറ്റം പറയേണ്ടതില്ല. ആ വൈദുല്യം തർജ്ജമ പാടൂർ കോയക്കുട്ടി തങ്ങൾ രചിച്ചിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പ് മഹാൻ അവറുകൾ എഴുതിയ ഈ വൈദുല്യം തർജ്ജമയിൽ അന്ന് മഹാൻ എഴുതി വെച്ചത് നോക്കൂ നിങ്ങൾ. ഇപ്രകാരം നമുക്കിടയിൽ ഇപ്പോൾ കണ്ടുവരുന്ന വേദപുരാണമെന്നും തിർത്തിർനീതമെന്നും മുഹയ്യദ്ദീൻ മാലയെന്നും പറയുന്ന ചില പാട്ടുകൾ അഹ്ലുസുന്നിയാക്കളുടെ അഖീദക്ക് എതിരായിട്ട് പലതും അതിൽ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവ ഉപയോഗിക്കൽ ജായിസല്ല. അല്ലത് ഒക്കെ മാറി കൊടുക്കേണ്ടി വരും. അയ്യാതി തട്ടിപ്പ. ആദ്യം നടത്തിയ തട്ടിപ്പെന്താ?
തമിഴിൽ എന്നുള്ളയിടത്ത് നമുക്കിടയിൽ എന്നാക്കി വായിച്ചു. അത് ഇയാളാക്കിയല്ല, ഇയാളെ പൂർവികരാക്കി ഇയാൾ വായിച്ചു. തമിഴിൽ എഴുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ പുതിയകത്ത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയ മുഹയ്യദ്ദീൻ മാല വരൂലല്ലോ, അതിന് നമുക്കിടയിൽ നാക്കിയതാ. നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞു, അത് CN അഹമ്മദ് മൗലവി ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹയ്യദ്ദീൻ മാലയെ വിമർശിക്കാൻ ഏത് ആയുധവുമായി വന്നോ, വൈദുല്യം തർജ്ജമ തന്നെ എടുത്തുകൊണ്ട് തന്നെ അലവി സഖാഫിയും വന്നു. നല്ല യോജിപ്പ, രണ്ടാക്കും ശേഖില്ലല്ലോ. അതിലും വലിയ രസ അൻവർ ഉസ്താദിന്റെ സംഭവം വിശദീകരിച്ചത്. അതായത് ഇപ്പൊ എന്താ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? മഹാനരായ നാലകത്ത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയ പുതിയ മുഹയ്യദ്ദീൻ മാല ചൊല്ലാൻ പാടില്ല എന്ന് പാടൂർ തങ്ങൾ അവിടത്തെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞ്? പാടൂർ തങ്ങൾ എപ്പോഴാ വഫാത്തായത്? ഹിജ്റ 1298. നമ്മളെ ഈ പറഞ്ഞ പുതിയ മുഹയ്യദ്ദീൻ മാലയോ എഴുതുന്നത് 1321 അവർ വഫാത്താകുന്നത്. അപ്പൊ എന്തായി? 1321 വഫാത്തായ പാടൂര് തങ്ങള് 1298 വഫാത്താകാണ്. ഈ പാടൂര് തങ്ങള് എഴുതി വെക്കണത് ഇനി 1321 രചിച്ച പുതിയ മുഹയ്യദ്ദീൻ മാല തെറ്റാണെന്ന് 23 കൊല്ലം മുമ്പ് ആരെഴുതി വെച്ചു? പാടൂര് തങ്ങൾ എഴുതി വെച്ചു. ഇതൊന്ന് ചിന്തിക്കണ്ടേ? പഠിച്ചിട്ടേ പറയുള്ളൂ എന്ന് പറയുന്ന വേറൊരാളുണ്ടായിരുന്നല്ലോ, നമ്മളെ കുറ്റ്യാടി ഭാഗത്തുണ്ടായിരുന്ന, ഹയാത്തിലുണ്ടോന്ന് അറിയില്ല. മൂപ്പര് പണ്ട് പറഞ്ഞു കൊടുത്തിന് ഈ മാല ഏതോ ഒരു തമിഴൻ എഴുതിയതാണ് എന്ന്. അജ്ഞാനമെന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. മൂപ്പർക്ക് ആ മാല തന്നെ തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് കുടുങ്ങി. ഇപ്പൊ ഇയാള് പറയാണ് 23 കൊല്ലം മുമ്പ് മരിച്ചുപോയ പാടൂർ തങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, ഇനി 23 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പുതിയ മുഹയ്യദ്ദീൻ മാല വരും, അത് തെറ്റാണ് എന്ന് എഴുതി വെച്ചു. ആ വർഷങ്ങളൊന്ന് നോക്കിക്കൂടെ? അപ്പൊ സഹോദരങ്ങളെ, പാടൂർ തങ്ങൾ പറഞ്ഞത് ആ മുഹയ്യദ്ദീൻ മാലയെ കുറിച്ചല്ല. കാരണം പാടൂർ തങ്ങൾ അത് പറയുമ്പോൾ ഏത് രചിച്ചിട്ടില്ല, പുതിയ മുഹയ്യദ്ദീൻ മാല രചിക്കപ്പെട്ടിട്ടില്ല. പാടൂർ തങ്ങൾ വഫാത്തായി പിന്നെയും 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ മാലയുടെ രചന നടക്കുന്നത്. അപ്പൊ എത്ര വ്യത്യാസം ഉണ്ടത്? എവിടെ നോക്കിയിട്ട് ഞങ്ങളൊക്കെ അത് വായിക്കണം? ഉളുപ്പില്ലാതെ മഹാന്മാരെ മാലയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കണക്കുമായിട്ട് വരും. എന്നിട്ട് വൈദുല്യം തർജ്ജമ എടുത്തു കൊണ്ടുവന്നിരിക്കാത്ര. എന്തൊരവസ്ഥയാണ് ഇവരുടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ഈ മുഹയ്യദ്ദീൻ മാലയിൽ ഇത്ര തഫ്രീജുൽ ഖാത്തിർ ഞാൻ വായിച്ചില്ലേ, ആ അറബി ഗ്രന്ഥം, അതിനെ തള്ളുന്നു നോക്ക് അലവി സഖാഫി, നോക്ക്. ആ മുഹയ്യദ്ദീൻ മാലയിലുള്ള അവലംബ ഗ്രന്ഥം അങ്ങനെയാണ് വലിയ സംഗതി. അതിനെ അവലംബിച്ച ഗ്രന്ഥങ്ങൾ, തഫ്രീജുൽ ഖാത്തിർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അപ്പൊ ആ ഗ്രന്ഥത്തെയും നിങ്ങൾ ഒന്നാകെ തള്ളിയില്ലേ എന്നാണ്. അതൊക്കെ ഇസ്ലാമിന്റെ ഉസൂലുകളെ കുറിച്ചും കവായിദുകളെ കുറിച്ചും ഒരു കഥയും ഇല്ലാത്തത് കൊണ്ടുള്ള ചോദ്യമാണ്. ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ മുജാഹിദുകളെ പുസ്തകങ്ങളുടെ 100 കണക്കിന് എന്റെ കയ്യിലുണ്ട്. സലാം സുല്ലയുടെ ബുക്കിന്റെ അല്ലാത്ത മുജാഹിദ് എല്ലാ ഗ്രൂപ്പിന്റെയും പുസ്തകങ്ങളുണ്ട്. അതിൽ എത്ര ഹദീസ് പണ്ഡിതന്മാരുടെ ഹദീസുകളെയാണ് അവർ തള്ളുന്നത്, അല്ലേ? ഇമാം ഹാക്കിമിന്റെ മുസ്തഖിൽ എത്ര ഹദീസ് തള്ളുന്നു? അബൂദാവൂദിൽ നിന്ന്, അതുപോലെ തന്നെ തിർമിദിയിൽ നിന്ന്, അവിടെ വലിയ നേതാവായ അൽബാനി വരെ ആ ഹദീസുകളെ തള്ളുകയാണ്. അപ്പൊ അവർ ഉദ്ദേശിച്ച ഒരു ഹദീസിനെ അവർ തള്ളുന്നു, അവരത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട്. ശ്രദ്ധിച്ചോ? അതായത് തഫ്രീജുൽ ഖാത്തിറിൽ നിന്ന് ഒരു സംഭവം തള്ളിയത് കൊണ്ട് അക്കിതാബിനെ തള്ളിന്ന് വരൂല, ചിലതൊക്കെ തള്ളേണ്ടി വരും. അതിന് ഉദാഹരണം പറഞ്ഞത് എന്താ? അബ്ദുസ്സലാം സുല്ലമി പല ഹദീസുകളെയും തള്ളിയില്ലേ? അപ്പൊ ബുഖാരിയിലെ ഹദീസ് തള്ളിയത് കൊണ്ട് ബുഖാരി തള്ളി നിങ്ങൾ പറയോ മൗലവിമാരോട്? അപ്പൊ നല്ല യോജിപ്പുണ്ട്. എന്താ? അബ്ദുസ്സലാം സുല്ലമി ബുഖാരിയിൽ നിന്ന് ചില ഹദീസ് തള്ളിയതാണ് ഞങ്ങളുടെ മുന്നിലുള്ള രേഖ. അതനുസരിച്ചാണ് തഫ്രീജുൽ ഖാത്തിറിൽ നിന്നുള്ള ഈ സംഭവം ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, തള്ളുന്നത്. രണ്ടും ഒന്നായില്ലപ്പോ. എത്ര യോജിപ്പ് ഇവര് തമ്മിൽ. നേരത്തെ CN എടുത്ത അതേ തെളിവ് അലവി സഖാഫി. ഈ വിഷയത്തിൽ സലാം സുല്ലമിയാണ് ആരെ മാതൃക? അലവി സഖാഫിന്റെ മാതൃക. പിന്നെ കുറ്റ്യാടിയിലെ മൊയിലായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത് എവിടേക്കാ പോണ്? എവിടേക്കാണ് നിങ്ങളെ ഈ പോക്ക്? CN അഹമ്മദ് മൗലവിക്കും മറ്റൊന്ന് പറയാ. അതുപോലെയാണ് അഹ്ലുസുന്നയുടെ പേരിൽ ഈ കാര്യങ്ങൾ പറയുമ്പോ എപ്പോഴെങ്കിലും ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അവിടെ
നെല്ലിക്കുത്ത് ഉസ്താദിനെ പരാമർശിച്ചുകൊണ്ട് അലവി സഖാഫി ഒരു വാക്ക് പറയുന്നുണ്ട്. നെല്ലിക്കുത്ത് ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോ ബുദ്ധിപരമായി ഈ സംഭവത്തിന് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബുദ്ധിയെ അവിടെ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. നെല്ലിക്കുത്ത് ഉസ്താദ് അവരുടെ ഗ്രന്ഥത്തെ ഈ ഇത്തരക്കാർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ആ മാല അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ബുദ്ധിപരമായി മൊഹാലൊന്നുമല്ല, അസംഭവ്യൊന്നുമല്ല. ഇതാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അവരുടെ ഫത്താവയിൽ പറഞ്ഞിട്ടുള്ളത്. കുറച്ചു കാലമായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. ബുദ്ധിക്ക് യോജിച്ചതേ സ്വീകരിക്കാൻ പറ്റൂ. ആരെ ബുദ്ധിയപ്പങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആരുടെ ബുദ്ധിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു ബുദ്ധിക്ക് പ്രശ്നമില്ലാന്നാണ്. ഈ ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടായപ്പോ എന്താ പ്രശ്നം? ആരുടെ ബുദ്ധിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? കുടുസായ ബുദ്ധികൾ ഉണ്ടാവും. ആ ബുദ്ധിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഖുർആൻ തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞോ മുശ്രിക്കീങ്ങൾക്ക്? അവർ ചോദിച്ചില്ലേ നുരുമ്പിയ മുള്ളുകൾ അല്ലെങ്കിൽ എല്ലുകൾ എങ്ങനെ ജീവിപ്പിക്കും? കുടുസായ ബുദ്ധിയാണത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ ആ സംഭവം അബൂജഹലിന് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് കൊണ്ട് എങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലെത്തി, എങ്ങനെ ആകാശലോകത്തെത്തി വിശ്വസിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? അബൂജഹൽ ടീമിന്. പക്ഷേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ ബുദ്ധി എത്ര വലുതായിരുന്നു, വിശാലമായ ബുദ്ധി. അപ്പൊ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതാണിത്. പക്ഷെ കുടുസായ ബുദ്ധി ഉണ്ടാവുമല്ലോ, ഓൽക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. കുറച്ചു കാലമായ അസുഖമാണ് ഈ ബുദ്ധി. സലാം സുല്ലമി എന്തുകൊണ്ടാണ് ഹദീസ് എഴുതിയത്? ബുദ്ധിക്ക്, അയാളെ ബുദ്ധിക്ക് യോജിക്കണില്ല. ഇപ്പൊ കണ്ടില്ലേ, പുതിയൊരു പുസ്തകം ഇറക്കിന് പറയും ഖിസസുൻ ലാ തുഖസ്, പറയാൻ പാടില്ലാത്ത ചരിത്രങ്ങൾ. ആരാ എഴുതിയത്? അശ്ശൈഖ് അബ്ദുറഹ്മാൻ ബാവ ഇബ്നു മുഹമ്മദുൽ മലൈബാരി, കോടമ്പുഴ ബാവമയിലേറെ എഴുതിയ പുതിയ പുസ്തകം. ഇതിലാ ആവതാരിക എഴുതിയതും ആമുഖം എഴുതിയോ ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഒന്ന് കാന്തപുരം അബിബക്കർ മുസ്ലിയാർ, ഒന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മറ്റൊന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഇതിന്റെ പ്രമേയം എന്താ? ബുദ്ധിക്ക് യോജിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ പറയുന്ന കഥകളിലുണ്ട്, അത് പറയാൻ പാടില്ല. എന്നിട്ട് നോക്കുങ്ങൾ, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന യഅ്ഫൂർ എന്ന കഴുതയുടെ സംഭവല്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞ യഅ്ഫൂർ എന്ന് പറഞ്ഞ ആ കഴുതയുടെ സംഭവത്തെ കുറിച്ച് പ്രത്യേകം ഹെഡിങ് ഖിസ്സത്ത് യഅ്ഫൂർ, പറയാൻ പാടില്ലാത്ത ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഹബീബായ തങ്ങളുടെ കഴുതയായിരുന്ന യഅ്ഫൂറിന്റെ സംഭവം, പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് പിന്നെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പ്രത്യേകം ചിന്തിച്ചു നോക്കൂ. ഈ ബുദ്ധി എങ്ങോട്ടാണ്? സുല്ലമിയുടെ ആലയിലേക്കാണോ സുന്നികളെ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ഈ പോക്ക്? ഏതുവരെ പോകും ഇത്? ബുദ്ധി നോക്കിയിട്ടാണ് അത്രേ നോക്കേണ്ടത് ചരിത്രങ്ങളൊക്കെ. അലവി സഖാഫിയോട് ചോദ്യം ചോദിച്ച ഒരു മുജാഹിദുകാരൻ ഉണ്ടായിരുന്നു, പൂനൂരിലുള്ള മൗലവി. അയാൾ ഒരു ലൈവ് പ്രഭാഷണം നടത്തുന്നുണ്ട്, ഇന്നലെ FB-യിൽ വന്നിട്ട്. അയാൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് വെച്ചുകൊടുത്തു, എന്നിട്ട് നമുക്ക് അതിനൊരു മറുപടിയും പറയാം. എന്റെ ഈ ലൈവ് കേൾക്കുന്നുണ്ട് എങ്കിൽ നൗഷാദ് ഹസൻജി എന്റെ ക്ലിപ്പ് എത്തുക. നൗഷാദ് ഹസനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അഹ്സനി, ഞാനാണ് ഡിസംബർ 3-ാം തീയതി ചോദ്യം ചോദിച്ചത് ഈ മാലയെ പറ്റി. ആ ചോദ്യം ചോദിച്ചത് അലിസഖ പറഞ്ഞ് മറ്റേ മാലയൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പല ആളും ചോദിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരും, അത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നേരല്ലാഞ്ഞിട്ടാ. അതിന്റെ ഇടയിൽ നിങ്ങൾ ആകെ വീർപ്പ് മുട്ടിയിട്ട് അഭിമുഖവുമായിട്ട് വന്നാൽ പിന്നെ അതിന് മറുപടി പറയണ്ടേ? ഞങ്ങൾക്ക് ജനങ്ങൾക്ക് തിരിയല്ലോ. അപ്പൊ നൗഷാദ് ഹസനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസം എന്താണ്? അലവി സഖാഫി ഈ മാല തട്ടി, കൊട്ട തട്ടി, മാലയും തട്ടി. ഒരു നിലക്കും ഞങ്ങളുമായിട്ട് സുന്നത്ത് ജമാഅത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പറയണം, നിങ്ങൾ എന്താ? നിങ്ങളിപ്പോ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളാണല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഇതിന് അടിസ്ഥാനമുണ്ടോ?
ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാണ് അലി സഖാഫി വിശദീകരിച്ചത്. നൗഷാദ് അഹ്സനുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നാളെ നിങ്ങൾ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയണം. അലി സഖാഫി ഈ തള്ളിയ മാല, പേരോട് റഹ്മാൻ സഖാഫി തള്ളിയ മാല കുടുങ്ങിയപ്പം തള്ളിയുണ്ട്. കാരണം പേരോട് നാദാപുരത്ത് തള്ളിയപ്പം പിന്നെ നിർവാഹമല്ല അലവിക്ക്. കാരണം പേരോട് അവർ തള്ളിയത് ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞാൽ കുടുങ്ങിയില്ലേ, അതുകൊണ്ട് ആകെ കുടുങ്ങി ആകെ നാശത്തിലായതാണ്. അതുകൊണ്ട് നൗഷാദ് അഹ്സനി പറയേണ്ടത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം ദീന് പറയുന്നവരും അവര് പറയുന്ന ദീനിൽ വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മഹാനരായ നാലകത്ത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയ ആ മാല ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. മാത്രമല്ല മഹാനരായ വലിയ വലിയ പണ്ഡിതന്മാർ എഴുതി വച്ച ചരിത്രമുണ്ടല്ലോ, ഞാൻ അതിന്റെ ആധികാരികത ഇവിടെ വിശദീകരിച്ചു പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് ആർക്കും സംശയമില്ലാത്തതാണ്. ആ വലിയ ഖുദ്റത്തുകൾ അവന്റെ ഖലീഫമാരായ അംബിയ ഔലിയാക്കളിലൂടെയാണ് പ്രകടമാകുന്നത്, യാതൊരു സംശയവുമില്ല. ആ പ്രകടമാക്കുന്ന അള്ളാഹുവിന്റെ ഖലീഫമാരിൽ ഏറ്റവും ഉയർന്ന ആളാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മലക്കുകൾ വരെ അവരുടെ മജ്ലിസിൽ അദബോടെ വന്നിരിക്കുന്നവരാണ്. എല്ലാവരുടെയും ശൈഖാണ്. മലക്കുകൾക്ക് ശൈഖുണ്ട്, ജിന്നുകൾക്ക് ശൈഖുണ്ട്, ഇൻസിന് ശൈഖുണ്ട്. വഅന ശൈഖുൽ കുല്ലി, ഞാൻ എല്ലാവരുടെയും ശൈഖാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് നേരെ വരെ അധികാരമുള്ള അള്ളാഹുവിന്റെ ഖലീഫയായി ഇവിടെ വന്ന മഹാൻ, അവിടുത്തെ ഒരു ഖാദിമിന്റെ റൂഹ് അവരുടെ സമ്മതമില്ലാതെ പിടിച്ചപ്പോൾ അള്ളാഹു തന്നെ അംഗീകാരം നൽകിയ രൂപത്തിൽ ആ റൂഹിനെ തിരിച്ചു കൊടുത്തെങ്കിൽ അത് ശരിയാണ്, 100% ശരിയാണ്, യാതൊരു തർക്കവും അതിലില്ല. ഇത് മനസ്സിലാകാൻ എന്ത് വേണമെന്നറിയുമോ? മശായിഖന്മാരുടെ കീഴിൽ ജീവിക്കണം. നമ്മൾ സ്വന്തമായി ചില കാര്യങ്ങൾ പഠിച്ച് എനിക്കാരും വേണ്ട എന്ന രൂപത്തിൽ ജീവിച്ചാൽ ഇത് പിടുത്തം കിട്ടുകയില്ല. നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്ന, നമ്മോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ശൈഖ് നമുക്ക് വേണം. ആ ശൈഖ് ജീവിച്ചിരിപ്പുള്ള ശൈഖ് തന്നെയാകണം. ഇപ്പോൾ നമ്മൾ രാത്രി സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുകൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഒന്ന് കേൾക്കാൻ തയ്യാറാകണം. കാരണം നമ്മൾ ആരൊക്കെയോ പറഞ്ഞു തന്നത്, ഏതൊക്കെയോ കിതാബുകളിൽ നിന്ന് കണ്ടെടുത്തത് വായിച്ചാൽ ഒരിക്കലും പരിശുദ്ധ ദീനാവുകയില്ല. പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് നേരിട്ട് കൊടുക്കുന്നതാണ്. സ്വഹാബികൾ ആ റസൂലിന്റെ മുമ്പിൽ മഹബത്ത് പ്രകടിപ്പിച്ചു. ഇത് സ്വഹാബികൾക്ക് മാത്രം മതിയോ? അവർക്ക് മാത്രമുള്ളതാണോ? അല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആളുകളുടെ മുന്നിൽ മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള, അവരെ വിശ്വസിക്കാനുള്ള അവസരമാണ് മശായിഖന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതുകൊണ്ട് തന്നെ മശായിഖന്മാരെ ഹദറത്തുകളിലെത്തി അവര് പറയുന്നത് പൂർണ്ണമായി അംഗീകരിച്ച് അവരെ മഹബത്ത് വെച്ച് നീങ്ങിയാൽ മാത്രമേ യഥാർത്ഥ വാരിസീങ്ങളായ ആ മഹാന്മാരിൽ നമ്മൾ ചെന്നെത്തുകയുള്ളൂ. വാരിസീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുഹിയുദ്ദീൻ ശൈഖാണ്, മടവൂർ ശൈഖുനയാണ്, മഹാന്മാരായ മശായിഖുമാരാണ്. അവരിൽ ചെന്നെത്തണം, അല്ലാതെ യാതൊരു രക്ഷയുമില്ല. ആ രൂപത്തിലുള്ള ഒരു അനുഭവജ്ഞാനം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാലയെ തള്ളേണ്ടി വന്നത്. ഇത് പറയുമ്പോൾ വലിയ അത്ഭുതമായി തോന്നാണ്. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ദിവസവും സംഭവിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു സംഭവം തന്നെയല്ല. അതുകൊണ്ടാണ് അസ്രായിലിനോട് അന്ന് അല്ലാഹ് പറഞ്ഞത്, എന്റെ മെഹബൂബായ, എന്റെ മത്ലൂബായ ഗൗസുൽ ആലം ചോദിച്ചാൽ കൊടുക്കണമല്ലോ, എന്തുകൊണ്ട് കൊടുത്തില്ല? അതുകൊണ്ട് എല്ലാ റൂഹും പോയില്ലേ? അന്ന് പഠിച്ചു അസ്രായിൽ അലൈഹിസ്സലാം ആ പാഠം. പഠിച്ചില്ലായിരുന്നുവെങ്കിൽ, ഗൗസുൽ ആലം അവിടെ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ആവർത്തിക്കുമായിരുന്നു. ഗൗസുൽ ആലമിനെ പോലെ തന്നെ റഹ്മത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വലിയിന്റെ കാലത്ത് അവരുടെ റൂഹെങ്ങാലും അനുമതിയില്ലാതെ പിടിച്ചാൽ കണ്ണ് മാത്രമാവുകയില്ല, അടിച്ചു പൊട്ടിക്കുക, എന്തും അവിടെ സംഭവിച്ചേക്കാം. ആ വലിയ ദുരന്തത്തിൽ നിന്ന് അസ്രായിൽ അലൈഹിസ്സലാമിനെ വരെ കാക്കുകയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു ചെയ്തത്. ശിക്ഷിക്കാനും രക്ഷിക്കാനും റബ്ബിന്റെ ഖലീഫയായി ഭൂമി ലോകത്ത് ജീവിക്കുന്നവരാണവർ. അവരുടെ അധികാരവും
അവരുടെ നിലയും വിലയും പഠിക്കണം, നമ്മൾ അറിയണം. നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊന്നും ഒരു പുതിയ സംഭവമേ അല്ല. ഈ വസ്തുത നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മഹാന്മാരുടെ ആ ഹദറത്തുകളിലെത്തണം, എന്നിട്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഖുർആനിനെ വരെ, അതും കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മുജാഹിദുകളുടെ നേതാവായ റഷീദുർ റിള പറഞ്ഞ ഒരു വാക്കും കൂടി കേട്ടോളൂ. വലൗലാ ഹികായത്തുൽ ഖുർആൻ. റഷീദുർ റിളയുടെ തഫ്സീറുൽ മനാർ എന്ന തഫ്സീറിൽ നിന്ന് വായിക്കുന്നു. തഫ്സീർ അല്ല, അയാളുടെ ഒരു മായാവിക്കഥ, അങ്ങനെ വെച്ചാൽ മതി. ഇനി തഫ്സീർ എന്നൊന്നും പറഞ്ഞുകൂടാ. വലൗലാ ഹികായത്തുൽ ഖുർആനി ലിആയാത്തില്ലാ. അല്ലാഹുവിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അയാൾ പറയാ, അത് ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലത്തി അയ്യദ ബിഹാ മൂസ വ ഈസ അലൈഹിമസ്സലാം, മൂസാ നബിക്കും ഈസാ നബിക്കും കൊടുത്ത അത്ഭുതങ്ങൾ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ അത്ഭുതമൊക്കെ അല്ലേ, 100 ആളെ തിരിച്ചു കൊടുത്തു, ആയിരക്കണക്കിന് ആളുകളെ റൂഹ് തിരിച്ചു കൊടുത്തു, ഈ സംഭവം ഖുർആൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലകാന ഇഖ്ബാലു അഹ്റാരിൽ ലിഫ്രഞ്ചി അലൈഹി അക്തർ, ഫ്രഞ്ചുകാരും യൂറോപ്യന്മാരുമൊക്കെ കൂടുതലായി ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. ആരാ പറയുന്നത്? റഷീദുർ റിള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് പറയല്ലേ, അന്ന അസാസഹു ഖദ് ബുനിയ അലൽ അഖ്ലി വൽ ഇൽമി. കാരണം അവര് നോക്കുന്നത് അവരുടെ ബുദ്ധി അനുസരിച്ചാണ്. അതുകൊണ്ട് യൂറോപ്യന്മാരുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ഖുർആനിന്റെ പല സംഭവങ്ങളും. ആ ഖുർആനിന്റെ കഥകളെ റബ്ബ് പറയാതിരിക്കലായിരുന്നു നല്ലത് എന്ന് പരാമർശിച്ച റഷീദുർ റിളയുടെ ആളുകൾക്ക് മഹാനരായ ഗൗസുൽ ആലമിന്റെ ചരിത്രം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ ഞങ്ങൾക്കൊരു അത്ഭുതവുമില്ല. അത് നേരത്തെ സംഭവിച്ച ചരിത്രത്തിന്റെ ആവർത്തനമാണ്. പക്ഷേ ആ ചരിത്രത്തിന്റെ ആവർത്തനത്തിൽ പ്രിയപ്പെട്ട അലവി സഖാഫി നിങ്ങൾ എങ്ങനെ പെട്ടു എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മശായിഖന്മാരെ തള്ളി, ജീവിച്ചിരിപ്പുള്ള മശായിഖന്മാരെ തള്ളി, പല മശായിഖന്മാരെയും നിങ്ങൾ അവര് കള്ളന്മാരാണെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ ഫലമാണ് CNN പിൻഗാമിയായി, റഷീദുർ റിളയുടെ പിൻഗാമിയായി നിങ്ങൾക്ക് അതപ്പതിക്കേണ്ടി വന്നത്. അതുകൊണ്ട് വഹാബികളോട് ഒറ്റ വാക്ക്, ഈ സംഭവമടക്കം മാലയിലുള്ള സർവ്വ സംഭവങ്ങളും നേരിട്ട് ഇരുന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ഉളുപ്പുള്ള വഹാബികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് മാത്രമല്ല, ആ സംഭവം തള്ളിയ സാക്ഷാൽ അലവി സഖാഫിയെയും വിളിക്കുന്നു. ഈ വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ അനുസരിച്ച് തെളിയിക്കാൻ നിങ്ങൾ വരാമെങ്കിൽ കിതാബെടുത്ത് അത് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയാണ്, അഹ്ലുസുന്നയുടെ നിലപാട് 100% അതിനെ അംഗീകരിക്കുന്ന നിലപാടാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ മശായിഖന്മാരെ വാക്കുകളുടെ പിൻബലത്തിൽ താങ്കളുടെ മുന്നിലും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മശായിഖന്മാരെ മദദിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ രചിച്ച ഒരു വരി പോയിട്ട് ഒരു ലഫ്ള് പോലും അതിനെ മാറ്റി വലിച്ചെറിയാനോ അതിനെ അംഗീകരിക്കുകയില്ല എന്ന് പറയാനോ അഹ്ലുസുന്നയുടെ മശായിഖന്മാരുടെ അഹ്ലുകാർ ഭൂമി ലോകത്തുള്ള കാലത്തോളം ഞങ്ങൾ സമ്മതിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരെ കുറിച്ച് പഠിക്കാൻ, അവരെ ഖബൂലിയത്ത് കിട്ടാൻ, അവരെ മദദ് കിട്ടുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ